last Sunday भी उसने अच्छी रीति से translate किया. So I welcome Litish also to this platform, and over to Brother Benishi Matthew and Litish, and let us hear the word of God that they are speaking the word this morning. Let's give glory and honor to God. Over to Amen, praise God, Litish, and then to praise God, Benishi Matthew and Litish. God bless you. Praise the Lord. ദൈവത്തിന്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise the Lord. പ്രഭു യേശു മസീഹ് के नाम की महिमा हो. ഒരിക്കൽ കൂടെ ഒരുമിച്ച് നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. आप सबके सामने फिर एक बार वचन प्रचार करने के लिए परमेश्वर ने मौका दिया, इसलिए परमेश्वर को मैं धन्यवाद देता हूं. പപ്പായോടും മമ്മിയോടും പൂനെയിലുള്ള എല്ലാ ചർച്ചിലെ എല്ലാ വിശ്വാസികളോടും ഒരുമിച്ച് ലഭിക്കുന്ന നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. पापा मम्मी को धन्यवाद करता हूं और पुणे के सारे आप लोगों के साथ मिलकर इस समय दिया, इसलिए परमेश्वर को मैं धन्यवाद देता हूं. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുൻപേ ചർച്ചിൽ വരുവാനും ഓൺലൈനിൽ ഇങ്ങനെ ചർച്ചിൽ പങ്കെടുക്കുവാനും ദൈവവചനം സംസാരിക്കുവാനും ഒക്കെ ലഭിച്ച അവസരത്തിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുകയും ചർച്ചിനോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ബ്രദർ ലതീഷ് ബ്രദറിനോടുള്ള പ്രത്യേക നന്ദിയെ ഞാൻ അറിയിക്കുന്നു. और पिछले कुछ हफ्ते पहले मैं फिर एक तुम्हारे बीच में आया था और वचन की सेवकाई की, ये सोचकर परमेश्वर को और कलीसिया को मैं धन्यवाद देना चाहता हूँ. Thank you for all your prayers and support. आप सबके दुआओं के लिए और आप सबके सपोर्ट के लिए मैं धन्यवाद देना चाहता हूँ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവം വിവിധ രാജ്യങ്ങളിൽ ഓൺലൈനിലൂടെ കണക്ട് ചെയ്ത് ദൈവവചനം സംസാരിക്കുവാൻ പല ചാനലുകളിൽ സംസാരിക്കുവാൻ അങ്ങനെ ഈ ദിവസങ്ങളിൽ വ്യത്യസ്തമായ നിലകളിൽ ദൈവരാജ്യത്തിന് വേണ്ടി ഓടുവാൻ ഒരുപക്ഷെ ഭവനത്തിൽ ഇരുന്നാണെങ്കിൽ പോലും നമുക്കിപ്പോഴുള്ള സാഹചര്യത്തിനനുസരിച്ച് പല നിലകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ദൈവം അവസരങ്ങളെ ഒരുക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സപ്പോർട്ട് അത് വളരെ വിലമതിക്കുന്നതാണ്. അതുകൊണ്ടാണ് ദൈവം ഓരോ ദിവസവും വഴി നടത്തുന്നത്. നിങ്ങൾ വീണ്ടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. प्रभु को धन्यवाद देता हूं कि पिछले कुछ हफ्तों से, पिछले कुछ दिनों से ऑनलाइन के माध्यम से कई राज्यों में परमेश्वर ने उनकी सेवकाई करने के लिए इस्तेमाल किया और परमेश्वर का नाम को महिमा दिया. घर बैठकर ही सही, लेकिन परमेश्वर के कार्य के लिए परमेश्वर ने दौड़ाया, इसलिए धन्यवाद देता हूं. और आप सबकी दुआओं का धन्यवाद, क्योंकि आप सबके दुआओं से काफी मुझे सहाय मिला है. ദൈവത്തിന് ഒരു സമയം എല്ലാത്തിനുമുണ്ട്. परमेश्वर का हर चीज के लिए एक समय नियुक्त है. അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. इसीलिए ताकि परमेश्वर आपको सही समय पे उठा सके, इसी कारण के लिए परमेश्वर के बलवंत हाथों के नीचे अपने आप को समर्पित करे. നാം ഒരു പ്രതിസന്ധിയിലൂടെ പ്രശ്നങ്ങളിലൂടെ ഒക്കെയാണ് ഇപ്പോൾ പോകുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഈ COVID-19 എന്ന കേസ് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. हम एक बड़ी आपत्ति के दौर से निकल रहे, खासकर इंडिया में, भारत में, जहां पे हमें COVID-19 ये जो बीमारी है काफी ताकत में बढ़ रही है. എന്നാൽ ദൈവത്തിന്റെ കരമാണ് ഇതിന്റെ പിന്നിലെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. लेकिन मेरा विश्वास ऐसा है कि इन सब चीजों के पीछे परमेश्वर का बड़ा हाथ है. ഈ COVID-19 ഒരു ഡ്യൂറേഷൻ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്, എത്ര നാൾ വരെ ലോകത്തിൽ ഇതായിരിക്കും എന്നുള്ളത്. और ये COVID-19 बीमारी को परमेश्वर ने एक काल, एक समय ठहराया है कि ये कब तक पृथ्वी पे रहना चाहिए. ദൈവം ഇതിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നടപ്പായി കഴിയുമ്പോൾ ഇത് ഈ ലോകത്തിൽ നിന്ന് മാറുമെന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. और मेरा विश्वास ऐसा है कि जब परमेश्वर का उद्देश्य इस चीज द्वारा जब पूर्ण हो जाएगा, उसके बाद इस चीज बीमारी को निकाल देगा पूरी तरह से. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ആ പോയതിനേക്കാൾ ഒരു വ്യത്യസ്തമായ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഈ വ്യത്യസ്തമായ സാഹചര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു മാധ്യമം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മീഡിയ ഉള്ളത് കൊണ്ട് ഫെലോഷിപ്പ് കൂടുവാനും ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പല കാര്യങ്ങൾ പഠിച്ചെടുത്ത് നമ്മെ തന്നെ ഒന്ന് എക്സാമിൻ ചെയ്ത് ഈ കാലം കഴിയുമ്പോൾ കർത്താവിന് വേണ്ടി അധികം ശോഭിക്കാൻ ദൈവം അവസരം ഒരുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. हम भले ही प्रतिदिन बहुत ही
बुरे परिस्थिति से निकल रहे, लेकिन परमेश्वर को धन्यवाद देता हूँ कि ऑनलाइन जैसे एक माध्यम है जहाँ पे हम परमेश्वर की सेवा करते हैं, वचन सीखते हैं, और इन दिनों में हम जब खुद में अंदर देखकर परखते हैं, तो मेरा विश्वास ऐसा है कि हम प्रतिदिन बेहतर बनेंगे और परमेश्वर की सेवकाई के लिए और उज्ज्वलित होंगे आगे जाके। ദൈവം നമ്മളെ ഉയർത്തുവാൻ, ദൈവം നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ നമ്മൾ കുറുക്കുവഴികൾ നോക്കേണ്ട കാര്യമില്ല. और अगर परमेश्वर हम इस्तेमाल करे या परमेश्वर के लिए हम ऊंचा होए, इसके लिए हमें कोई शॉर्टकट या टेढ़ा मार्ग चुनने की जरूरत नहीं है. എന്നാൽ ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു വ്യക്തിയെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് നീ താണിരിക്കുമ്പോൾ അവൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തുക തന്നെ ചെയ്യും. അതാണ് ദൈവ പൈതൽ അനുഗ്രഹമായി തീരുന്നത്. लेकिन अगर विश्वास पकड़कर परमेश्वर के बलवंत हाथ के नीचे अपने आप को समर्पित करोगे, तो परमेश्वर वो सही समय पर तुम्हें उठाएगा. ഞാൻ എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം പറയാം. मैं अपना एक गवाही देना चाहता हूं. ഈ COVID-19 തുടങ്ങുന്നതിന് മുൻപ് മാർച്ച് 21 എന്നെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ച് ഓർഡിനേഷൻ ക്രമീകരിച്ചിരുന്നത്. മാർച്ച് 21. ये कोविड वाला जो दौर या बीमारी चालू होने से पहले मार्च 21 तारीख को मुझे सेवकाई के लिए मुझे अभिषेक किया गया. ചെറുപ്പം മുതലേ ഞാൻ ദൈവവചനം സംസാരിക്കുന്നുണ്ട് പലയിടങ്ങളിൽ. കർത്താവിന്റെ വേലയോടനുബന്ധിച്ച് ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെയാണ്. എന്നാൽ ഒരു ഓർഡിനേഷൻ സർവീസ് ആയിട്ട് ക്രമീകരിച്ച് അത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കുടുംബമായി സമർപ്പിച്ച് വേർതിരിക്കുവാൻ അങ്ങനെ ഒരു ക്രമീകരണം IPC ചർച്ചിന്റെ നേതൃത്വത്തിൽ തീരുമാനിക്കുവാൻ വേണ്ടി അവർ ആലോചിച്ചപ്പോൾ എനിക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഡേറ്റ് ഞാൻ 21 മാർച്ച് ആണ് കൊടുത്തത്. अगर देखोगे तो मैं बचपन से ही परमेश्वर के वचन की सेवकाई कर रहा हूँ, अलग अलग जगहों पे कर रहा हूँ, लेकिन पूरी तरह से समर्पण या परिवार के साथ एक कोऑर्डिनेशन का एक कार्यक्रम हुआ, वो 21 मार्च ये मैंने ठहराया और IPC के नेतृत्व में ये कार्यक्रम हुआ. എന്നാൽ ആ ശുശ്രൂഷ ആ സർവീസ് ചെയ്യേണ്ട വ്യക്തി, ആ വ്യക്തിക്ക് ഈ 21 അസൗകര്യം അല്ലെങ്കിൽ അദ്ദേഹം കൺവീനിയന്റ് അല്ല. 15 ഇന്ത്യയിലേക്ക് പോകണം. അതുകൊണ്ട് 13 മാർച്ചിലേക്ക് ഈ സർവീസ് പുറകോട്ടാക്കണമെന്ന് പറഞ്ഞ് 13 മാർച്ചിൽ സർവീസ് നടക്കുവാനിടയായി. लेकिन जो व्यक्ति के नेतृत्व में ये कार्यक्रम होने वाला था, वो व्यक्ति 21 मार्च को वहां से भारत वापस आना चाह रहा था. इसीलिए उसने कहा कि ये जो कार्यक्रम है 21 से बदलकर 13 तारीख में रखे. എനിക്ക് 13-ാം തീയതി 13 മാർച്ച് നടത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഞാൻ അനുസരിച്ച് അതിന് പ്രകാരം ആ ഡേറ്റിന് ഫിക്സ് ചെയ്ത ആ സർവീസ് ഇവിടെ വെച്ച് നടത്തുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. लेकिन अगर देखोगे तो 13 तारीख में कार्यक्रम आगे मूव करने के लिए मुझे कोई दिक्कतें थी, लेकिन क्योंकि प्रभु के दास ने कहा, तो उनका मैंने वचन सुनकर मैंने 13 तारीख को ही कोऑर्डिनेशन कार्यक्रम के लिए सम्मति दी. 13 ഓർഡിനേഷൻ സർവീസ് വളരെ ബ്ലെസ്സിംഗ് ആയിട്ട് നടന്നു. ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 15 അദ്ദേഹത്തിന് ഇന്ത്യയിൽ പോകാൻ പറ്റിയില്ല. പിന്നീട് ചർച്ചസ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ഞാൻ പറയട്ടെ, എന്റെ പദ്ധതി 21 ദൈവവുമായിട്ട് 13 ആക്കിയത് കൊണ്ട് ആ ഓർഡിനേഷൻ സർവീസ് അന്ന് നടക്കുവാനിടയായി. അതേസമയം 21 ഇന്നും എനിക്ക് ആ ഓർഡിനേഷൻ ലഭിക്കത്തില്ലായിരുന്നു. आप सब बाकी की चीजें जानते हो कि 13 तारीख को अगर मेरा ऑर्डिनेशन नहीं होता तो कैसा होता, क्योंकि 15 तारीख से शटडाउन सब जगह लागू हो गया और वो प्रभु के दास भी फिर नहीं आ पाए और 15 तारीख के बाद सारी कलीसिया बंद हो गई. और अगर मेरी इच्छा के अनुसार अगर 21 तारीख होता तो शायद मेरा ऑर्डिनेशन नहीं होता और इस प्रकार से मैं परमेश्वर के राज्य में बढ़ भी नहीं पाता. എന്റെ വിചാരം 21 അത് ഏറ്റവും നന്നായി നടത്താൻ കഴിയുന്നത്. പക്ഷെ ദൈവത്തിനറിയാം ഇത് 13 നടന്നാൽ മാത്രമേ ഈ ലോക്ക്ഡൌണിൽ ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. 21 ഇത് നടപ്പാകത്തില്ല. അതുകൊണ്ട് ദൈവം അത് തിരുത്തി 13-ാം തീയതി അത് നടത്തി, 13 നടത്തി. ഈ ലോക്ക്ഡൌണിൽ ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിയപ്പെട്ടത് കൊണ്ട് മാത്രമല്ല, അതിനുവേണ്ടി പണ്ട് മുതലേ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട്. എന്നാൽ പ്രത്യേകമായ ശുശ്രൂഷയ്ക്ക് വേർതിരിച്ചത് കൊണ്ട് ദൈവിക പദ്ധതി പ്രകാരമുള്ള അവസരങ്ങൾ വരികയും ദൈവനാമത്തിന് വേണ്ടി വ്യത്യസ്തമായ നിലയിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുവാനിടയാകും. अगर मैं मेरे हिसाब से सोच रहा था कि 21 तारीख को करूंगा तो प्रोग्राम सही से होगा, लेकिन परमेश्वर ने इस प्रकार से कहा कि 21 नहीं 13 तारीख को करूंगा. और 13 तारीख के करने के कारण ही आप देखोगे कि पूरी तरह से समर्पण होने के वजह से उस कार्यक्रम द्वारा काफी सारे ऐसे ओपनिंग्स या काफी सारे ऐसे द्वार खुले जिससे मैं परमेश्वर की महिमा कर सकूं.
ഞാൻ എന്താ അത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് വേണ്ടി ഒന്നും പ്ലാൻ ചെയ്യണ്ട, നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്ന, നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന, നമുക്ക് വേണ്ടി സകലതും നന്നായി ദൈവത്തിന്റെ തക്ക സമയത്ത് ചെയ്യുന്ന ദൈവം, നമുക്ക് വേണ്ടി സകലതും നന്നായി ചെയ്യുന്ന ദൈവമാ. അതിന്റെ ഒരു എക്സാമ്പിളിലൂടെ, അനുഭവത്തിലൂടെ ഞാൻ പങ്കുവെച്ചതേ ഉള്ളൂ. നമ്മെ ഉയർത്തുവാൻ അവനൊരു സമയമുണ്ട്, നമ്മെ മാനിക്കാൻ അവനൊരു സമയമുണ്ട്. ദൈവസന്നി നാം വിധേയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിചാരങ്ങളെക്കാൾ അപ്പുറമായി നമുക്ക് വേണ്ടി സകലതും നന്നായി ചെയ്യുന്ന ഒരു ദൈവം ഇന്നും സ്വർഗത്തിൽ വസിക്കുന്നുണ്ട്. അവൻ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. मेरा कहने का मतलब यह है कि हम हमारे लिए कोई योजना ना बनाए, लेकिन परमेश्वर के अधीन हो जाए, क्योंकि परमेश्वर की योजना से परमेश्वर हमें उनके सही समय पे उठाएगा। और जब परमेश्वर उठाता है तो हमारे विचारों के बाहर अति उत्तम तरीके से उठाएगा, और परमेश्वर के हाथ में, बलवंत हाथ में अपने आप को समर्पण करे कि परमेश्वर उनके सही समय पे हम सबको उठाए। എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ പലതും എന്റെ ജീവിതത്തിൽ വൈകിപ്പോയെന്ന് ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നടന്നില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തെക്കാൾ അപ്പുറമായി നമ്മുടെ ഫ്യൂച്ചർ അറിയുന്ന ദൈവം നമ്മെ നാളെ എങ്ങനെ ഉപയോഗിക്കണം, നമുക്ക് എങ്ങനെ നന്മകൾ നൽകണമെന്ന് ആഗ്രഹിച്ച് നാളെ അറിയുന്ന ദൈവം നമുക്ക് വേണ്ടി സകലതും ഇൻ ഹിസ് ടൈം, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈം, ആ ബെസ്റ്റ് ടൈമിൽ നമുക്ക് വേണ്ടി സകലതും നന്നായി ചെയ്യുമെന്ന് ഇന്ന് പ്രാരംഭത്തിൽ ഞാൻ ദൈവസഭയോട് പറയാൻ ആഗ്രഹിക്കുക. मुझे सुनने वाले विश्वासियों से आज मैं कहना चाहता हूं, अगर आप यह इस प्रकार से सोच रहे हैं कि देरी हो गई या मेरे विचार के अनुसार कुछ चीज देरी हो गई, तो आज सुबह के समय में कहना चाहता हूं कि हमारा परमेश्वर जो हमारे भविष्य को जानता है, हमारे आज कल और आगे के जीवन को जानता है, वो परमेश्वर के हाथ में सौंपो और परमेश्वर के पास सही समय पर परमेश्वर तुम्हें उठाएगा। ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളുടെ നിങ്ങളുടെ ജീവിതത്തിൽ നിരാശകൾ ഉണ്ടാകാം, ഭാരങ്ങൾ ഉണ്ടാകാം, ഭയങ്ങൾ ഉണ്ടാകാം. ജീവിതത്തിൽ പല നിലകളിൽ, എല്ലാ നിലയിലും ഞാൻ പ്ലാൻ ചെയ്തതുപോലെ, ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഒന്നും നടക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്ത നിങ്ങളെ ഭരിക്കുന്നുണ്ടാകാം. പക്ഷെ ഞാൻ പറയട്ടെ, നാം സേവിക്കുന്ന ദൈവം നാളെ അറിയുന്ന ദൈവമാ. അവൻ നാളുകളെ അറിഞ്ഞ് നിനക്ക് വേണ്ടി നന്നായി ഈ പ്രതിസന്ധിയിലും പ്രവർത്തിക്കുവാൻ ശക്തനാണെന്ന് ദൈവവചനത്തിലൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. मेरे सुनने वाले विश्वासी, कई बार ऐसे आप सोचते रहोगे कि आप तकलीफ में हो, दुख में हो, तकलीफ में है, और जो कुछ मैंने मेरे जीवन में मैंने प्लान करा था, हर चीज में हर एक लेवल पे वो उस प्रकार से नहीं हो रहा है। लेकिन मैं कहना चाहता हूं कि हमारा परमेश्वर, हमारा कल जानने वाला परमेश्वर हमारे साथ है, और परमेश्वर उसके सही समय में हमें सबको उठाएगा। അതുകൊണ്ട് അവന്റെ കരങ്ങളിൽ താണിരുന്ന് ഈ പ്രതിസന്ധികളിലും ദൈവകൃപ ചോദിച്ചു വാങ്ങി, ദൈവകൃപയാൽ ഈ പ്രതിസന്ധിയെ അതിജീവിച്ച് പുറത്തു വരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. इसलिए मैं कहना चाहता हूं कि परमेश्वर के बलवंत हाथों में अपने आप को समर्पण करके नम्र हो जाए, क्योंकि ऐसे परिस्थिति में भी, मुश्किल के परिस्थिति में चलाने के लिए परमेश्वर हमारे साथ काबिल है। ഇന്ന് പകൽ നിങ്ങളുമായി ദൈവസന്നിധിയിൽ ദൈവവചനം സംസാരിക്കുമ്പോൾ നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഒരു ദൈവിക സന്ദേശം, ദൈവിക ആലോചന നിങ്ങളുമായി പങ്കുവെച്ചിട്ട് സന്ദേശം ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. സന്ദേശം കഴിയുമ്പോൾ ഫുൾ ടൈം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ചില കമ്മിറ്റ്മെന്റ്സ്, മറ്റു ചില കമ്മിറ്റ്മെന്റ്സ് ഉള്ളത് കൊണ്ട് സന്ദേശം കഴിയുമ്പോൾ ദയവായി നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ ക്വിറ്റ് ചെയ്യുമെന്നും കൂടെ ഓർപ്പിക്കുന്നു, ലീവ് ചെയ്യുമെന്നും കൂടെ ഓർപ്പിക്കുന്നു. और मैं दुआ करता हूं, मैं आप सबसे विनती करता हूं कि आज सुबह वचन सुनते टाइम दुआ करें कि परमेश्वर उनके वचनों द्वारा हम सबसे बात करें। और साथ ही मैं ये कहना चाहता हूं कि परमेश्वर के वचन से प्रचार करने के बाद मुझे ये मीटिंग छोड़नी पड़ेगी, क्योंकि मेरी और कई कमिटमेंट्स या मीटिंग्स है, और इस कारण मेरी इच्छा है कि मैं तुम्हारे साथ मीटिंग में आगे पूरी मीटिंग में सहभागी हूं, लेकिन कुछ कारणों से मुझे मीटिंग छोड़नी पड़ेगी बीच में प्रचार के बाद। ഒരിക്കൽ കൂടെ CFC ചർച്ചിനോടും സഭയിലെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ടവരോടും എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെയും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി പ്രാർത്ഥനയോടെ ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കാം. फिर एक बार मैं आप सबको धन्यवाद देता हूं और दुआ और सबसे विनती करता हूं कि प्रार्थना के साथ वचन में आगे बढ़ेंगे। ഇന്ന് ഒരു വ്യത്യസ്തമായ ഒരു ടോപ്പിക്, ഈ ഒരു സമയത്തുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അതുമായിട്ട് കണക്ട് ചെയ്യാം. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചൊരു ദൂത് നിങ്ങളുമായി പങ്കുവെച്ചിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം മാത്യു ചാപ്റ്റർ 5 വേഴ്സസ് 41.
एक अलग प्रकार के वचन आपसे बात करना चाहता हूँ। अगर आप पूछेंगे कि क्या ये वचन को आज के परिस्थिति से जोड़ सकते हैं, तो शायद जोड़ सकते हैं, लेकिन ये वचन परमेश्वर ने मेरे मन में दिया, इसलिए मैं तुमको ये वचन कहना चाहता हूँ। मत्ती का सुसमाचार 5वां अध्याय उसका 41 वर्स। If someone forces you to go 1 mile, go with him 2 miles. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോട് കൂടെ പോകുക. If you could repeat the verse again, sorry, brother Benny. 5:41. If someone forced you to go 1 mile, go with him 2 miles. अगर यदि कोई आपको 1 मील जाने कहे, तो आप उसके साथ 2 मील साथ जाए। ഒരുത്തൻ ഒരു വഴി നിന്നോട് കൂടെ പോകാൻ നിർബന്ധിച്ചാൽ 2 വഴി അവനോട് കൂടെ പോകുക. अगर कोई आपको कहता है कि 1 मील साथ आए, तो आप उसके साथ 2 मील साथ जाना। ഇന്നത്തെ നമ്മുടെ വചന ശുശ്രൂഷയുടെ സബ്ജക്ട് ടോപ്പിക് നിങ്ങൾക്ക് ഇങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യാം. Go for an extra mile. इस वचन को आप इस प्रकार से कहते हैं कि एक मील अधिक चलना या अधिक मील चलना। 2 വ്യക്തികളെ ഇന്ന് പകൽ നിങ്ങളുമായി പരിചയപ്പെടുത്തി നമ്മുടെ സന്ദേശം ദൈവവചന സന്നിധിയിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുവാൻ, നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മെ പണിയുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലയിൽ നമ്മൾ ക്വസ്റ്റ്യൻസുമായി ദൈവസന്നിധിയിലായിരിക്കുന്നു അതിനൊക്കെ ഒരു ഉത്തരം ലഭിക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും. मैं आपके सामने 2 लोगों को परिचय करना चाहता हूँ, उसके बाद मैं दुआ करता हूँ कि परमेश्वर आपसे इस वचनों द्वारा आपसे बात करे और फिर आप दुआ में रहे। जेनेसिस चैप्टर 37 ലേക്ക് നമുക്ക് വരാം. उत्पत्ति उसके 37th चैप्टर में आए. നമുക്ക് ജോസഫിനെ അറിയാം. हम सब यूसुफ को जानते हैं. ജോസഫ് തന്റെ അപ്പന് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു. हम देखते हैं कि यूसुफ उसके पिता का सबसे प्रिय पुत्र था. जेनेसिस चैप्टर 37 verses 4 ൽ കാണുന്നു അപ്പൻ തങ്ങളെ എല്ലാ 37 verses 3 എല്ലാ മക്കളെക്കാളും അധികമായി അവനെ സ്നേഹിച്ച് അവന് നിലയങ്കി അവൻ ഉണ്ടാക്കി കൊടുത്തു. हम उत्पत्ति के 37वें अध्याय उसके 3रे वचन में हम इस प्रकार से देखते हैं कि उसके पिता ने यूसुफ को सबसे बढ़ के रखा था. അപ്പൻ ഏറ്റവും ഇഷ്ടമുള്ള മകനായിരുന്നു ജോസഫ്. അതോടൊപ്പം തന്നെ ജോസഫിനോട് അപ്പൻ ഇഷ്ടമുള്ളത് കൊണ്ട് ജോസഫിന്റെ ബ്രദേഴ്സിന് ജോസഫിനോട് അസൂയ ഉണ്ടായിരുന്നു. और क्योंकि वो अपने पिता का सबसे प्रिय पुत्र था, उस कारण से उसके भाइयों को यूसुफ के ऊपर काफी नफरत या ईर्ष्या थी. ഇഷ്ടം അപ്പൻ ഉള്ളപ്പോൾ തന്നെ ജോസഫ് സ്വപ്നം കാണുന്നവനായിരുന്നു. അവൻ പറയപ്പെടുന്ന കണ്ട 2 സ്വപ്നങ്ങൾ സഹോദരങ്ങളോട് പറഞ്ഞപ്പോൾ അസൂയ അവർക്ക് അവനോട് കൂടുവാനിടയായി. और पिता का प्रिय पुत्र होने के कारण लोग उस पर ईर्ष्या करते थे. और यूसुफ एक ऐसा पुत्र था जो स्वप्न देखता था, और अपनी स्वप्न को जब उसने अपने भाइयों के सामने रखा, तो और भी ईर्ष्या भाइयों की उसके प्रति बढ़ गई. അത് എപ്പോഴും എല്ലാ കാലത്തും അതുപോലെയാണ്. ഡ്രീംസ് വിഷൻ ഉള്ളവർക്ക് എപ്പോഴും പ്രതികൂലങ്ങൾ കൂടുതലാണ്. ये हमेशा ही ऐसे है. जो व्यक्ति दर्शन देखता है उसके प्रति समस्याएं बढ़ती रहती है. ഞാൻ പറയുന്നത് സാധാരണ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നത്തിന്റെ കാര്യമല്ല പറയുന്നത്. ദൈവത്താൽ ലഭിക്കുന്ന വിഷൻ, ദൈവം നൽകുന്ന ദർശനങ്ങളുള്ള പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ദർശനം പൂർത്തീകരിക്കണമെങ്കിൽ, ആ പൂർത്തീകരണത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒത്തിരി വില നമ്മൾ കൊടുക്കേണ്ടി വരും. आप जो नींद में स्वप्न देखते हो उस विषय में नहीं कह रहा हूं मैं, लेकिन परमेश्वर के प्रति दर्शन पाने वाले व्यक्तियों के प्रति कह रहा हूं कि जो व्यक्ति दर्शन पाता है उसके जीवन में काफी सारी संकटें आती है. അങ്ങനെ ജോസഫ് സ്വപ്നം കണ്ടതുകൊണ്ടും അപ്പൻ ഏറ്റവും അവനെ സ്നേഹിച്ചതുകൊണ്ടും അവന് സഹോദരന്മാരിൽ നിന്ന് ശത്രുത ഉണ്ടായിരുന്നു. हम देखते हैं यूसुफ वो दर्शन प्राप्त किया और पिता से प्रेम पाने के कारण से उसके खुद के भाई उसके शत्रु ठहराए गए. എന്നാൽ അപ്പൻ ഒരു ദിവസം ജോസഫിനോട് പറയുകയാണ്, നീ നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാൻ, ആടുകളെ മേയ്ക്കുന്ന സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാനും ആടുകൾ നന്നായിരിക്കുന്നു എന്ന് നോക്കി വരാൻ വേണ്ടി അപ്പൻ യോസെഫിനെ യാത്ര അയക്കുകയാണ്. 37 verses 12 to 14 നമുക്കത് കാണാം.
और हम उत्पत्ति के वही अध्याय में 12 से 14वें वाक्य में इस प्रकार से देखते हैं कि पिताजी यूसुफ को अपने भाइयों की खैरियत, जो भाई भेड़ चरा रहे उनकी खैरियत पूछने के लिए यूसुफ को भेजता है। യോസഫിനോട് അപ്പൻ പറയുന്ന ഒരു കാര്യമുണ്ട് 13-ാം വാക്യത്തിൽ. സഹോദരന്മാർ ഷേഖേമിൽ ആട് മേയ്ക്കുന്നല്ലോ. 13-ാമത്തെ വാക്യം, വരിക, ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കുമെന്ന് പറഞ്ഞതിന് അവൻ അവനോട് ഞാൻ പോകാം എന്ന് പറഞ്ഞു. അവൻ അവനോട് നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ, ആടുകൾ നന്നായിരിക്കുന്നു എന്ന് നോക്കി വന്നു വസ്തുത അറിയിക്കണമെന്ന് പറഞ്ഞു. हम देखते हैं आगे 13वें और 14वें वाक्य में इस प्रकार कहता है कि तब इस्राएल ने यूसुफ से कहा, तेरे भाई तो शकेम ही मैं भेड़ बकरी चरा रहे हैं, सो जा, मैं तुझे उनके पास भेजता हूँ। उसने उनसे कहा कि आज्ञा में हाजिर हूँ। उसने उससे कहा, जा अपने भाइयों और भेड़ बकरियों का हाल देख के आ कि वो कुशल से तो है, और फिर लौटकर समाचार लिया। ജോസഫ് അപ്പൻ പറഞ്ഞതനുസരിച്ച് ഷേഖേമിലായിരിക്കുന്ന ബ്രദേഴ്സിനെ, അവരുടെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാനും ആടുകൾ നന്നായിരിക്കുന്നു എന്നറിയുവാൻ വേണ്ടി അപ്പൻ പറഞ്ഞത് കേട്ട് ഷേഖേമിലേക്ക്, ഹെബ്രോനിൽ നിന്ന് 14th വേഴ്സിൽ കാണാം, ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് അവനെ അപ്പൻ അയക്കുന്നു ഷേഖേമിലേക്ക്. और हम देखते हैं कि यूसुफ ने अपने वचन की आज्ञा, पिता के वचन की आज्ञा मानी और अपने भाइयों की खैरियत पूछने के लिए, जो भेड़ बकरी चरा रहे भाई उनकी खैरियत पूछने के लिए हेब्रोन से शेकोम की ओर जाने के लिए उसने यात्रा शुरू किया। അവൻ അപ്പന്റെ വാക്ക് കേട്ട്, അപ്പൻ പറഞ്ഞത് കേട്ട് ജ്യേഷ്ഠന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാൻ ഷേഖേമിലെത്തി. ഷേഖേമിലെത്തിയപ്പോൾ അവരെ അവിടെ കണ്ടില്ല. और हम देखते हैं कि पिता की आज्ञा के अनुसार वह अपने भाइयों की खैरियत पूछने के लिए शेकेम में पहुंचा, लेकिन शेकेम में पहुंचने पर उसने अपने भाइयों को वहां पर न पाया। അവൻ അവിടെ ചെന്നിങ്ങനെ അവിടെ നോക്കുകയാണ്. അവന്റെ സഹോദരന്മാരെ നോക്കിയിട്ട് കാണാഞ്ഞപ്പോൾ അവിടെയുള്ള ഒരുത്തൻ ചോദിച്ചു, അവനെ കണ്ടിട്ട്, നീ എന്ത് അന്വേഷിക്കുന്നു എന്ന് അവനോട് ചോദിച്ചു. 15th വേഴ്സിൽ അവൻ പറഞ്ഞു, എന്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നു, അവർ ഇവിടെ ആട് മേയ്ക്കുവാൻ വന്നതാണ്, അവരെ ഞാൻ കാണുന്നില്ല. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, അവർ ഷേഖേമിൽ നിന്ന് ദോദാനിലേക്ക് പോയിരിക്കുന്നു. और वहां पहुंचने के बाद जब वो ढूंढ रहा था यूसुफ, तो उसको देखकर एक व्यक्ति ने पूछा, तू क्या खोज रहा है? तब यूसुफ ने कहा कि मैं अपने भाइयों को खोज रहा हूं जो यहाँ पे भेड़ बकरियां चरा रहे थे। तो उस व्यक्ति ने कहा कि वो शेकेम छोड़कर दोतान की ओर चले गए हैं। യോസഫിനോട് അപ്പൻ പറഞ്ഞത്, ഹെബ്രോനിൽ നിന്ന് യാത്ര അയക്കുമ്പോൾ പറഞ്ഞത്, നീ ഷേഖേമിലെത്തി നിന്റെ സഹോദരന്മാരെ കണ്ട് ക്ഷേമം അന്വേഷിച്ച് ആടുകൾ നന്നായിരിക്കുന്നു എന്ന് നോക്കി തിരിച്ചു വരാനാ പറഞ്ഞത്. हम देखते हैं कि लेकिन वहां पे याकूब ने इस प्रकार से कहा था यूसुफ को कि तू शेकेम, हेब्रोन से शेकेम में जाकर अपने भाइयों की और भेड़ों की उनके हालचाल पूछकर वापस आना। ജോസഫിന് വേണമെങ്കിൽ ഹെബ്രോനിൽ നിന്ന് ഷേഖേമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ, അവിടെ തന്റെ സഹോദരന്മാരെ കാണാതിരുന്നപ്പോൾ തിരിച്ചപ്പന്റെ അടുക്കലേക്ക് മടങ്ങി വന്നിട്ട് പറയാം, അപ്പ അവരെ എനിക്ക് അവിടെ കാണുന്നില്ല, അവർ വേറെ എവിടെയൊക്കെയോ പോയേക്കുന്നേ എന്ന് എനിക്ക് ആ സ്ഥലം അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞ് മടങ്ങി വരാമായിരുന്നു. കാരണം അപ്പൻ പറഞ്ഞിടം വരെ അവൻ പോയി. क्योंकि अगर यदि हम देखें यहाँ पर, तो यूसुफ चाहे तो इस प्रकार से कह सकता था कि मेरे पिता ने कहा था कि हेब्रोन से शेकेम तक की जाए, और शेकेम जाकर पिता को कह सकता था कि मैं वहां पर तेरे आज्ञा के अनुसार गया, लेकिन अपने भाइयों को मैं वहां पर नहीं पाया, और शायद वो भाई वहां से आगे बढ़े ऐसे जगह पे जो मुझे पता नहीं था, इसलिए मैं उनको आगे खोज कर नहीं गया, लेकिन आपके आज्ञा अनुसार शेकेम से लौट आया हूं। കാരണം അപ്പൻ പറഞ്ഞത് അവൻ അനുസരിച്ചു. ഷേഖേമിലെത്തി സഹോദരന്മാരെ അന്വേഷിക്കാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അവരെ കണ്ടില്ല, തിരിച്ചു പോരാം. അപ്പൻ പറഞ്ഞത് അവൻ അനുസരിച്ചു എന്ന് അവന് ന്യായീകരണത്തോടെ പറഞ്ഞ് അപ്പനെ മനസ്സിലാക്കിക്കാം. और इस प्रकार वो कह सकता था कि पिता, तेरे जो आज्ञा को मैंने माना, तूने कहा था कि शेकेम तक ही जाए और भाइयों की हालचाल पूछे, लेकिन मैं शेकेम तक गया और भाइयों को वहां ना पाया, इसलिए मैं लौट आया, ऐसे वो कह सकता था। ഹെബ്രോൻ മുതൽ ഷേഖേം വരെയുള്ള അവന്റെ ഒന്നാം യാത്ര അവിടെ അവസാനിപ്പിച്ചിട്ട് തിരിച്ചവൻ ഷേഖേമിൽ നിന്ന് ഹെബ്രോനിലേക്ക് വരികയല്ല, അവന്റെ സ്വന്തം സ്ഥലമായ സ്ഥലത്തേക്ക് അവൻ വരികയല്ല, അവൻ ദോദാനിലേക്ക് രണ്ടാം യാത്രയ്ക്ക് തയ്യാറാകുക. लेकिन हम देखते हैं कि वो शेकेम तक अपनी पहली यात्रा पूरी कर फिर पिता के पास लौटता नहीं है, लेकिन शेकेम से दोतान की ओर अपनी दूसरी यात्रा को शुरुआत करता है। ഹെബ്രോൻ മുതൽ
ഷേഖേം വരെയുള്ള യാത്ര കംഫർട്ട് യാത്രയാണ്. അപ്പൻ പറഞ്ഞതനുസരിച്ച് സാധനങ്ങളുമായി ഷേഖേമിലേക്ക് പോകുക. അവിടെ വരെ അവന് കംഫർട്ടാണ്. വേണമെങ്കിൽ അവന് തിരിച്ചു വരാം. അപ്പൻ പറഞ്ഞത് അവൻ അനുസരിച്ചു മാനുഷികമായി നോക്കിയാൽ. പക്ഷെ അപ്പൻ പറഞ്ഞ അപ്പന്റെ ഇഷ്ടം അവൻ നിറവേറ്റാഞ്ഞതുകൊണ്ട്, കാരണം സഹോദരന്മാരെ കണ്ടില്ല, ആടുകൾ നന്നായിരിക്കുന്നു എന്ന് അവൻ അറിയത്തില്ല, സഹോദരന്മാരെ ക്ഷേമം അവൻ അറിയാൻ കഴിഞ്ഞില്ല. അതാണ് അപ്പന്റെ ഇഷ്ടം. ആ അപ്പന്റെ ഇഷ്ടം മനസ്സിലാക്കാൻ വേണ്ടി അവൻ ഷേഖേമിൽ നിന്ന് ദോദാനിലേക്ക് ഒരു എക്സ്ട്രാ മൈൽ നടക്കുകയാണ്. लेकिन हम देखते हैं कि वो यदि वो चाहे तो वो शेकेम से लौट सकता था अपने पिता की आज्ञा अनुसार। लेकिन अगर आप देखें तो हेब्रोन से लेकर शेकेम तक की उसकी जो यात्रा थी एक आरामदायक या एक कंफर्ट की यात्रा थी। लेकिन वो जानता था कि शेकेम से यदि मैं बिना समाचार के लौटूं तो मेरे पिता के इच्छा के अनुसार नहीं है। मेरे पिता के दिल की इच्छा ये है कि वो भेड़ बकरियों की और उसके भाइयों की खैरियत को जाने। इसीलिए वो उस कंफर्ट जोन या आरामदायक यात्रा को आगे बढ़ाता है, या आरामदायक यात्रा को खत्म कर कर आगे दोतान की ओर बढ़ता है। ഇന്ന് പകൽ ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ പറയട്ടെ, നമ്മൾ കർത്താവിന്റെ ഇഷ്ടം അനുസരിക്കുന്നുണ്ടെന്ന് നാം പറയുമ്പോഴും നമ്മൾ അനുസരിക്കുന്ന ഇഷ്ടങ്ങൾ പലതും കർത്താവിന്റെ പൂർണ്ണ ഇഷ്ടമല്ല നാം അനുസരിക്കുന്നത്. അവൻ പറഞ്ഞത് എന്തൊക്കെയോ നാം ചെയ്യുക. യോസേപ്പിന് വേണമെങ്കിൽ ഷേഖേമിൽ എത്തിയിട്ട് മടങ്ങി വരാൻ ചേട്ടന്മാർ അവിടെ ഇല്ലെന്ന് പറഞ്ഞു, പോയി തിരിച്ചു പോകാം, കാരണം അപ്പൻ പറഞ്ഞത് അവൻ അനുസരിച്ചു, നോക്കിയാൽ അനുസരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ നാമും പലപ്പോഴും പലതും അനുസരിക്കുന്നത്, പലതും അപ്പന്റെ ഇഷ്ടം പോലെ അനുസരിക്കുകയല്ല. അപ്പൻ എന്തോ പറഞ്ഞത് കേൾക്കുന്നു എന്ന് ചോദിച്ചാൽ കേൾക്കുന്നു, പക്ഷെ അപ്പന്റെ ഹൃദയം മനസ്സിലാക്കി, ഹൃദയത്തിന്റെ ആഗ്രഹം മനസ്സിലാക്കി, ഇഷ്ടം മനസ്സിലാക്കി നാം യാത്ര ചെയ്യുവാൻ, ഇഷ്ടം അനുസരിക്കുവാൻ നാം തയ്യാറാകുന്നുണ്ടോ? അത് നാം അനുസരിക്കുന്നുണ്ടോ എന്നൂടെ ഈ ദൈവവചനത്തിലൂടെ ദൈവിക ആലോചനയായി ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. इसी प्रकार से हम अपने विश्वास जीवन में भी परमेश्वर पिता के वाक्य को सुनते हैं, लेकिन परमेश्वर के हृदय को या परमेश्वर की इच्छा को जानने की हम कोशिश नहीं करते हैं। अगर देखेंगे तो स्वाभाविक रूप से यूसुफ ने भी अपने पिता के वाक्य का अनुसार उसने आज्ञा मानी कि शेकेम तक वो पहुंच गया, लेकिन पिता के हृदय को जानकर, उनकी हृदय की जो चाह को जानकर वो आगे बढ़ता है। उसी प्रकार से विश्वास जीवन में भी आज सुबह आपसे ये कहना चाहता हूं कि आप परमेश्वर के वाक्य सुन रहे हो या परमेश्वर के दिल की इच्छाओं के जानने की भी चाह रखते हो। എന്നാൽ അവന്റെ അപ്പന്റെ ഇഷ്ടം മനസ്സിലാക്കിയതുകൊണ്ട്, അപ്പന്റെ ഹൃദയം അവൻ മനസ്സിലാക്കിയതുകൊണ്ട് തന്റെ ഒന്നാം യാത്ര ഷേഖേമിൽ കൊണ്ട് അവസാനിച്ചെങ്കിൽ അവൻ രണ്ടാം യാത്ര തുടങ്ങുകയാണ്. അവൻ ഷേഖേമിൽ നിന്ന് ദോദാനിലേക്ക് യാത്ര തിരിക്കുകയാണ്. लेकिन यहाँ देखते हैं कि वो अपने पिता की इच्छा को जानता है। इसी कारण से शेकेम तक अपनी पहली यात्रा को समाप्त कर कर अपने पिता की इच्छा के अनुसार वो अपनी दूसरी यात्रा शेकेम से दोतान की ओर शुरू करता है। He is going to an extra mile. ഒന്നാം യാത്ര അവൻ ഹെബ്രോൻ മുതൽ, ഒന്നാം നാഴിക ഹെബ്രോൻ മുതൽ ഷേഖേം വരെ. But next he is going for an extra mile. And എന്തിനു വേണ്ടി? To fulfill his father's desire. हम देखते हैं कि वो हेब्रोन से लेकर शेकेम तक की यात्रा के बाद एक अधिक मील चलने के लिए वो तैयार होता है। वो इसलिए क्योंकि वो अपने पिता की इच्छा को पूरी करने चाहता है, इसीलिए शेकेम से दोतान तक एक एक्स्ट्रा या एक अधिक मील चलने के लिए तैयार होता है। To fulfill his dad's will. നമ്മുടെ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി നമ്മൾ ഒരു എക്സ്ട്രാ മൈൽ യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകണം. इसी प्रकार से हमारे पिता परमेश्वर के दिल की इच्छा को पूरी करने के लिए हम भी हमारी यात्रा एक अधिक मील चलने के लिए तैयार होना है। അനുസരണമല്ല ദൈവം ആഗ്രഹിക്കുന്നത് സാധാരണ ഒരു അനുസരണത്തിനകത്ത് ഒതുങ്ങുന്ന ഒരു കേവലം നെയിം സേക്കിന് വേണ്ടിയുള്ള ഒരു അനുസരണമല്ല. അപ്പന്റെ ഹിതം അനുസരിച്ചുള്ള ഒരു പൂർണ്ണ ആഴത്തിലുള്ള ഒരു അനുസരണത്തിന് വേണ്ടി നാം ആഗ്രഹിക്കുന്നെങ്കിൽ we have to go for an extra mile. एक नामधारी आज्ञाकारी बनने परमेश्वर नहीं चाहता है हमसे। वो चाहता है कि परमेश्वर को हृदय को जानकर, अधीन में रहकर परमेश्वर के दिल के अनुसार एक एक्स्ट्रा मील तैयार होने वाले विश्वासी हम बने। എന്നാൽ കംഫർട്ട് സോണിൽ ഇരുന്നപ്പോഴുള്ള യാത്രയുടെ സുഖം എക്സ്ട്രാ മൈൽ യാത്രയിൽ ഇല്ല. लेकिन जिस प्रकार से हम एक कंफर्ट या आरामदायक यात्रा करते हैं, उस प्रकार का अनुभव नहीं रहेगा तुम्हारे एक्स्ट्रा माइल, एक्स्ट्रा मील वाले तुम्हारे यात्रा की। അവൻ ദോദാനിൽ
ലേക്ക് യാത്ര തിരിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെയാണ് തുടക്കം യാത്ര തിരിക്കുന്നത്. हम देखते हैं कि यूसुफ की यात्रा दोतान की ओर की शुरुआत में जब होती है काफी आनंददायक होती है, എന്നാൽ അവൻ ദോതാനിൽ എത്തുമ്പോൾ നമുക്കറിയാം അവനെ ദൂരത്തു നിന്ന് കാണുന്ന സഹോദരന്മാർ അവനെ കൊല്ലുവാൻ പ്ലാൻ ഇടുകയാണ്. और हम सब जानते हैं कि दोतान में जब वह पहुंचता है तो हम देखते हैं कि दूर से देखकर ही उसके भाई उसे मारने की योजना बनाते हैं. 37 verses 23 നമുക്ക് കാണാനിടയായിത്തീരുന്നു. അവന് അപ്പൻ കൊടുത്ത നിലയങ്കി ആദ്യം 2-ാം മൈൽ യാത്രയിൽ നഷ്ടമാകുകയാണ്. हम देखते हैं 23वें वाक्य में इस प्रकार से हम देखते हैं कि उसका जो रंग बिरंगी अंग रखा था उसने पहन रखा था, वही चीज उससे पहला उतार दिया गया. 2-ാം മൈൽ യാത്രയുടെ തുടക്കം അല്പം സന്തോഷം തോന്നിയെങ്കിലും അതങ്ങോട്ട് മുന്നോട്ട് പോകും തോറും അത് വേദനയുടെ യാത്രയായി മാറുകയാണ്. हम देखते हैं कि दूसरी मील की जो यात्रा शुरू होते टाइम आनंदमय है, लेकिन जैसे ही बढ़ते हैं वो काफी तकलीफ देने वाली यात्रा बन जाती है. തനിക്കുണ്ടായിരുന്ന സമ്പത്ത്, തനിക്കുണ്ടായിരുന്ന ഏറ്റവും പ്രിയപ്പെട്ടത് അവർ അപഹരിച്ചു, അത് നഷ്ടമായി. हम देखते हैं कि उसके पास जो संपत्ति थी या फिर उसकी जो प्रिय चीज थी वही सबसे पहले नष्ट हो जाती है. ഒരുപക്ഷെ അവൻ ഷേഖേമിൽ വന്നിട്ട് തിരിച്ചു പോയിരുന്നെങ്കിൽ ഈ നിലയങ്കി നഷ്ടമാകത്തില്ലായിരുന്നു. और यदि इस प्रकार से अगर होता कि शेकेम आकर वो लौट जाता तो इस प्रकार से उसका जो नाश नहीं हो पाता कभी. എന്നാൽ അപ്പന്റെ ഇഷ്ടം അനുസരിക്കാൻ തയ്യാറായ മകന് എക്സ്ട്രാ മൈൽ യാത്രയ്ക്ക് വേണ്ടി ദോതാനിലേക്ക് പോയപ്പോൾ സുഖലോപിതമായ സന്തോഷമുള്ള അനുഭവമല്ല തുടക്കം ഉണ്ടായിരുന്നത്. ആരംഭത്തിൽ അല്പം യാത്ര ചെയ്തപ്പോൾ ആ ചേട്ടന്മാരെ കാണാമെന്നുള്ള സന്തോഷം മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ അവരുടെ അടുക്കലേക്ക് എത്തിയപ്പോൾ മുതൽ അവന് വേദനകൾ ആരംഭിക്കുക, നഷ്ടങ്ങൾ തുടങ്ങുകയാണ്. इसी प्रकार से दूसरी मील की यात्रा उसकी आनंदमय भले ही क्यों ना हो भली थी, लेकिन जैसे वो आगे बढ़ते हैं अपने पिता की इच्छा के अनुसार, वो दूसरी मील की यात्रा जब आगे बढ़ाता है तो उसको आगे काफी दर्द और नाश की यात्रा बन जाती है. वो എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളും കർത്താവിന് ഇഷ്ടം അനുസരിക്കുവാൻ വേണ്ടി ചിലത് ചെയ്യുന്നവരാകാം, ചിലതിനു വേണ്ടി ചില സ്റ്റെപ്പുകൾ വെച്ചുകൊണ്ടിരിക്കുന്നവരാകാം. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയുന്ന ദൈവവചനം നിങ്ങൾക്ക് അത് ആശ്വാസകരവും വിടുതലുമാകും. ഒരുപക്ഷെ നിങ്ങൾ കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ പ്രതിസന്ധികൾ വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും നിങ്ങളെ തളരാതെ നിർത്തുന്ന ഒരു ദൈവശക്തി നിങ്ങളുടെ മേൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് അയക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. और आज सुबह मुझे सुनने वाले भाई बहन, अगर आप इसमें से ऐसे हो कि परमेश्वर के लिए आप हमेशा एक कदम रखते हो और तकलीफ आती है और दुख आती है, तो लेकिन मैं कहना चाहता हूं कि उन परेशानियों में भी आपको परमेश्वर गिरने नहीं देगा, लेकिन आपको वो आगे बढ़ाएगा. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. അവന്റെ അപ്പൻ കൊടുത്ത ഏറ്റവും പ്രിയപ്പെട്ട നിലയങ്കി, ആ റോബ്, ആ ഓർണമെന്റ് ഗാർമെന്റ്സ് അവർ അതെടുത്തു, അവൻ അത് നഷ്ടമായി. हम देखते हैं कि यूसुफ का सबसे प्रिय जो अंग रखा उसके पिता ने उसको दिया था, रंग बिरंगे अंग रखा. देखते हैं उसके भाई वही चीज उससे छीन लेते हैं पहला. രണ്ടാമത് അവർ അവനെ പൊട്ടക്കിണറ്റിലിട്ടു. और दूसरी चीज हम देखते हैं कि उसे एक सूखे हुए गड्ढे में डाल देते, कुएं में डाल देते हैं. അവൻ കൊണ്ടുവന്നതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവൻ പൊട്ടക്കിണറിൽ ഐസൊലേഷൻ സ്റ്റാർട്ട് ചെയ്തു, ഒറ്റപ്പെടൽ അവൻ സ്റ്റാർട്ട് ചെയ്തു. जब उसके भाई यूसुफ ने लाए हुए खाना को खा रहे थे, तब उसी समय यूसुफ उस सूखे हुए खड्डे में एक एकांत जगह में अपना पड़ा हुआ था. അപ്പന്റെ ഇഷ്ടം ചെയ്യാൻ പോയവൻ ഇപ്പോൾ ഐസൊലേഷനിലാണ്. हम देखते हैं कि पिता की इच्छा पूरी करने गया व्यक्ति अब एकांत में पड़ा है. എക്സ്ട്രാ മൈൽ യാത്ര ചെയ്തവൻ, കർത്താവിന് വേണ്ടി നിന്നവൻ, ഇന്ന് പലരും, എന്നെ കേൾക്കുന്നവർ പലരും ഇന്നും പല നിലകളിൽ ഐസൊലേറ്റഡ് ആയി കിടക്കുകയായിരിക്കാം. आज भी ऐसे कई लोग हमारे बीच में होंगे कि परमेश्वर के लिए एक कदम लिया, लेकिन आज तुम एकांत में जीवन बिता रहे हो. മൂന്നാമത് അവനെ ഇസ്മായേലിന് 20 വെള്ളിക്കാശിന് അവർ വിറ്റു. ലോകം അവനൊരു വിലയിട്ട് വിൽക്കുകയാണ്. तीसरा चीज हम देखते हैं कि उसको इश्माइलियों के पास 20 चांदी के सिक्कों के लिए बेच दिया. വിറ്റതിന് ശേഷം പിന്നീട് അവനെ പൊത്തിഫേറിന് വിൽക്കുകയാണ്. उसके बाद हम देखते हैं कि आगे उसको पोतीफोर के लिए बेचा जाता है. അവിടെ നമുക്കറിയാം താൻ ചെയ്യാത്ത താൻ നിരപരാധിയായിട്ടും താൻ ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിൽ അടയപ്പെടുകയാണ്. और हम देखते हैं कि निर्दोष होने के बावजूद जो पाप नहीं किया उस पाप के लिए उसको वहां पर जेल में डाला जाता है.
ഞാൻ ചോദിക്കട്ടെ, ജോസഫ് എന്ത് തെറ്റാ ചെയ്തത്? मैं पूछना चाहता हूँ आप सबसे कि आप बताओ कि यूसुफ ने क्या गलती की थी? ജോസഫ് ഒരു തെറ്റും ചെയ്തില്ല. അപ്പന്റെ ഇഷ്ടമനുസരിച്ച് താൻ ഒരു എക്സ്ട്രാ മൈൽ യാത്ര ചെയ്തതാണ്. പക്ഷേ അതിന്റെ എക്സ്ട്രാ മൈൽ യാത്രയിൽ ഒന്നും ശുഭകരമല്ല. എല്ലാം പ്രതിസന്ധികൾ 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 മാത്രമാണ്. उसने कुछ चीज गलत नहीं किया, लेकिन अपने पिता की इच्छा के जानकर उसने 1 माइल चलने की कोशिश की, लेकिन उस 1 माइल की यात्रा में उसको केवल नाश, विपत्ति और गंभीर परिस्थितियों का सामना करना पड़ा। അവൻ സഹോദരന്മാരെ കൊണ്ട് ഒറ്റപ്പെട്ടു. ജീവിതത്തിൽ അവൻ ഐസൊലേഷനിലായി. അവൻ യാതൊരു നിലയിലും ആരുമായും ബന്ധമില്ലാത്തവനായി, അപവാദങ്ങൾ കേൾക്കുന്നവനായി, തടവറയിൽ പ്രിസണിൽ അടയ്ക്കപ്പെട്ടവനായി, ജീവിതത്തിൽ മുഴുവൻ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവനായി. हम देखते हैं कि वो ऐसा व्यक्ति बन गया जिसको उसके भाइयों ने त्याग दिया, वो लोगों के ताने सुनने वाला व्यक्ति बन गया और बिना कोई दोष के उस जेल में पड़कर त्यागा हुआ एक व्यक्ति बन गया हो। എന്നാൽ ഒരു വാക്യം അതിനകത്ത് കാണുന്നുണ്ട്, യോസെഫിനോട് കൂടെ ആരുമില്ലായിരുന്നെങ്കിലും അവന്റെ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. लेकिन एक वाक्य में आगे पढ़ के हम देख सकते हैं कि यदि यूसुफ के साथ कोई और न था, लेकिन उसके साथ परमेश्वर जरूर था। യോസെഫ് കാരാഗ്രഹത്തിൽ അടയപ്പെട്ടവനായി കിടന്നു. യോസെഫ് ചിന്തിച്ചു തന്റെ ജീവിതം അവിടെയും കൊണ്ട് അവസാനിച്ചു. और जब उस जेल में वो पड़ा हुआ था, यूसुफ ने इस प्रकार से सोचा कि यहाँ से मेरी जीवन समाप्त हो गई है। എന്നാൽ നമുക്കറിയാം ജോസഫിന് പാനപാത്രവാഹകൻ അപ്പക്കാരനുമാണ് വരുന്നതും അവരുടെ സ്വപ്നം വ്യാഖ്യാനിക്കുന്നതും. അതിനുശേഷം യോസെഫ് അവനോട് പാനപാത്രവാഹകനോട് പറയുന്നുണ്ട്, എന്നെ കൂടെ ओर्ക്കണം. പക്ഷെ അവനെ മറന്നുപോയി. लेकिन हम जानते हैं कि किस प्रकार से यूसुफ अपने साथ में जो जेलवासी भाई थे, जो राजा के पास सेवकाई करते थे, उनके पास उसने किस प्रकार से मदद मांगी थी, लेकिन वो भी लोग उसे भूल गए। എന്നാൽ ഒരു ദിവസം ഫറവോന്റെ സ്വപ്നം വ്യാഖ്യാനിക്കത്തക്ക നിലയിൽ യോസെഫിനെ ദൈവം അവിടേക്ക് കൊണ്ടുപോകുകയാണ്. लेकिन हम जानते हैं कि एक दिन ऐसा आता है कि फरोह के जो दर्शन को उसका अर्थ बताने के लिए परमेश्वर यूसुफ को वहां तक इस्तेमाल कर लेता है। നിങ്ങൾക്ക് സംഭവം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഓടിച്ചു പറഞ്ഞു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. आप सबको ये विषय पता है, इसलिए मैं इस विषय में ज्यादा गंभीर में नहीं उतर के दौड़ के जाता हूं आगे। ജോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോ, जब यूसुफ फरोह के दर्शन का अर्थ बताता है, 37 verses 38 ൽ കാണുന്നു, can we find anyone like this man, one in whom is the spirit of God? ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ ഞാൻ ഫറവോൻ പറയണേ കണ്ടെത്തുമോ? और देखते हैं कि आगे परमेश्वर फरो इस प्रकार से कहता है, क्या एक व्यक्ति जिसमें परमेश्वर की आत्मा है, ऐसे व्यक्ति मिल सकता है क्या? ജോസഫ് അവിടെ ഫറവോന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. हम देखते हैं कि वहां पे यूसुफ फरो के उस दर्शन का अर्थ बताता है। 41 verses 38 ഫറവോൻ തന്റെ ഭൃത്യന്മാരോട് പറയുക, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. और हम 41 चैप्टर के 38 वर्ष में इस प्रकार से देखते हैं, फिर वो कहता है अपने कर्मचारियों से कि क्या हमको एक ऐसा पुरुष जैसा इसके जैसा है जो परमेश्वर की आत्मा रखता है। ഫറവോന് സകല സ്വപ്നങ്ങളും വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ഫറവോൻ പറയാ, നീ ഇനി മുതൽ ഇവിടുത്തെ മേലധികാരിയാകാൻ പോകുക. और जब फिरो की दर्शन का अर्थ बताता है, तब फरो उसको कहता है कि तू अब से यहाँ कर, यहाँ के सारी चीजों का अधिकारी बनेगा। 41 verses 41 നിങ്ങൾ വായിക്കണം. 41 verses 41, 42, 43 വായിക്കണം. ആ മിസ്രയീം ദേശത്തൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കി വെച്ചിരിക്കുന്നു എന്ന് ഫറവോൻ യോസേഫിനോട് പറഞ്ഞു. आगे जाकर आप सब घर में पढ़िएगा उसको 41 और 42वें वाक्य में फरो इस प्रकार से यूसुफ को उस सारी चीजों के ऊपर अधिकारी ठहराता है। എന്നിട്ട് ഫറവോൻ തന്റെ കയ്യിലെ മോതിരം ഊരി യോസേഫിന്റെ കയ്യിലിട്ടു. 42 verses 41 verses 42 और 41 के 42 में इस प्रकार कहते हैं कि फिरो अपने हाथ की उंगली की अंगूठी निकालकर यूसुफ के हाथ में उसे पहनाता है। അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. He dressed him in robes of fine linen. और देखते हैं कि बढ़िया मलमल के वस्त्र से पहना दिए गए. ഒരു സ്വർണ്ണ സരപൾ അവനെ കഴുത്തിൽ അണിയിപ്പിച്ചു. Put a gold chain around his neck.
और उसके गले में सोने की एक जंजीर डाल दी। ഈ യാത്രയുടെ അവസാനം യോസെഫ് ഫറവോന്റെ കൊട്ടാരത്തിൽ വന്നിട്ട് ഫറവോന്റെ രാജ്യത്തിലെ മേലധികാരിയാകുക മാത്രമല്ല, അവന് നഷ്ടപ്പെട്ട നിലയെങ്കിൽ, അപ്പന്റെ നഷ്ടപ്പെട്ടെങ്കിൽ അധികാരത്തിന്റെ മേലയെങ്കിൽ രാജാവ് ഫറവോൻ അവനെ ധരിപ്പിക്കുക. हम देखते हैं कि यात्रा के दूसरी यात्रा के अंत में अगर हम यूसुफ फरो के सामने पहुंचता है तो जो चीज उसको नष्ट हो गई वो वापस मिलती है। जो अंगरखा उसके पिता ने उसको दी वो नष्ट हुई, लेकिन उसके बदले में परमेश्वर ने उसको अधिकार की अंगरखा फरो की उस राज्य में दिया। അപ്പന്റെ ഇഷ്ടം അനുസരിച്ച് അവൻ കാരാഗ്രഹത്തിൽ അവസാനിച്ചില്ല. और पिता की इच्छा अनुसार उसने चला, इसलिए उसकी जीवन उस जेल में अंत नहीं हुई। അപ്പന്റെ ഇഷ്ടം അനുസരിച്ച് 2-ാം മൈൽ യാത്രയ്ക്ക് തിരിച്ചവൻ പൊട്ടക്കിണറിൽ അവസാനിച്ചില്ല. और पिता के अनुसार जिसने इच्छा जानकर दूसरी यात्रा शुरू की, उसकी जीवन उस गड्ढे में समाप्त नहीं हुई। അവൻ പൊത്തിഫേറിന്റെ ഭാര്യയുടെ വാക്കിനകത്ത് അവൻ അവസാനിച്ചില്ല. ആ അപവാദത്തിനകത്ത് അവൻ ഒതുങ്ങിപ്പോയില്ല. और पोतीफर के बीबी के जो लोभ में भी वो उसमें वो गिरा नहीं। അവനെ എല്ലാവരും ഒറ്റപ്പെടുത്തി ഐസൊലേറ്റഡ് ആയപ്പോൾ അവൻ ഐസൊലേറ്റഡ് ആയി അവിടെ കൊണ്ട് അവന്റെ ജീവിതം അവസാനിച്ചില്ല. और जब लोगों ने जब उसे त्याग कर एकांत में डाला, उस एकांतता में भी उसकी जीवन समाप्त नहीं हुई। അപ്പന്റെ ഇഷ്ടം അനുസരിച്ച് യാത്ര ചെയ്ത യോസെഫിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട് അവന്റെ 2-ാം മൈലിന്റെ തുടക്കം അത് വേദന ഉള്ളതായിരുന്നെങ്കിലും അവന്റെ 2-ാം മൈൽ യാത്രയുടെ അവസാനം അവൻ നഷ്ടപ്പെട്ടതിനെ മടക്കി തിരികെ വാങ്ങിക്കുക മാത്രമല്ല, അധികാരത്തോടെ ചിലതിനെ നിയന്ത്രിക്കാൻ കരുത്തുള്ളവനായി ദൈവം അവനെ ഉയർത്തുവാനിടയായി. अपने पिता की इच्छा जानकर, दिल को जानकर जब उसने यात्रा शुरू की, वो यात्रा शुरुआत में अगर दुखदायक थी, लेकिन उसके अंत में देखते हैं जो कुछ उसे नष्ट हुआ वो उसे फिर उसको मिलता है, लेकिन मिलता ही नहीं, लेकिन अधिकार के तौर से मिलता है और वहां पर वो अधिकारी बन जाता है। എന്നെ ഇന്ന് പകൽ കേൾക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവിൽ ദൈവവചനത്തിലൂടെ പറയട്ടെ, നീ കർത്താവിന് വേണ്ടി വില കൊടുത്ത് ചിലത് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം ഈ പ്രതിസന്ധിയിലും. मैं आपसे आज सुबह परमेश्वर की आत्मा में आपसे कहना चाहता हूं कि आज आप में से कई ऐसे रहेंगे जो परमेश्वर के लिए कुछ चीज करने वाले व्यक्ति होंगे। आप ഈ COVID-19 വരുമ്പോൾ നിനക്ക് വേണമെങ്കിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങാം, പക്ഷെ ഈ പ്രതിസന്ധിയിലും അപ്പനോടുള്ള സ്നേഹം നിമിത്തം നീ ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും ലഭിക്കുന്ന സമയമൊക്കെ ഓൺലൈനിലും മറ്റു നിലകളിലും കർത്താവിന് വേണ്ടി നിന്നെ കഴിയുന്ന നീ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. इस कोविड-19 के परिस्थिति में आप चाहो तो घर में आराम की जिंदगी बिता सकते थे, लेकिन आप उसमें भी समय निकालकर ऑनलाइन द्वारा परमेश्वर के साथ समय बिता रहे हो और परमेश्वर के साथ में समय बिताने वाले व्यक्ति होंगे। നിന്റെ ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായി ചെയ്യുവാൻ വേണ്ടി നീ ആഗ്രഹത്തോടെ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇന്നും നിനക്ക് പല പൊട്ടക്കിണറിന് അനുഭവങ്ങൾ, പല ഐസൊലേഷൻ അനുഭവങ്ങൾ, പല നിലകളിലുള്ള തടവറകൾ, പല നിലകളിൽ ഉയരാൻ കഴിയാതെ, ഒരു നിലയിലും ഉയരുവാൻ കഴിയാതെ ജീവിതം ഇപ്പോഴും കൈപ്പോടെ ഈ 2nd മൈൽ യാത്രയിൽ നീ പോകുന്നവനാകാം. अगर आप ऐसे व्यक्ति हो सकते हैं कि दूसरी यात्रा शुरू की, लेकिन आपके जीवन में कठिनाई है, तकलीफ है, दुख है और काफी कड़वाहट के साथ आप ये दूसरी जो यात्रा आप चल रहे हो, ഈ 2-ാം മൈൽ യാത്ര നീ രോഗത്തിന് അടിമയായിരിക്കാം. हो सकता है कि इस दूसरे यात्रा में आप बीमारी के अधीन में हो। പക്ഷെ ഇന്ന് പകൽ ദൈവവചനത്തിലൂടെ പറയട്ടെ, നിന്നെ രോഗം മുക്കിക്കൊല്ലുവാനോ, നിന്നെ 2-ാം മൈൽ യാത്രയിൽ നീ ദുഃഖത്തിലൂടെയും കഷ്ടത്തിലൂടെയും വന്ന് അവിടെയും കൊണ്ട് നീ അവസാനിച്ച് നിന്റെ കഥ കഴിക്കാൻ അപ്പൻ സമ്മതിക്കത്തില്ല. നീ അപ്പന്റെ ഇഷ്ടം അനുസരിച്ച് ഒരു എക്സ്ട്രാ മൈൽ യാത്ര ചെയ്യുന്നവനാണെങ്കിൽ അതിന് തുടക്കം അത് ശുഭകരമല്ലെങ്കിലും, തുടക്കം വേദനയുള്ളതാണെങ്കിലും നിന്റെ ഒടുക്കം അത് ശുഭകരമാക്കി നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ സഭയോടും ദൈവജനത്തോടും ദൂതായി ദൈവാത്മാവ് ഇടപെടുക. लेकिन मैं सुबह के समय कहना चाहता हूं कि पिता की इच्छा को जानकर अगर आप दूसरी यात्रा चलने वाले व्यक्ति हो तो बीमारी के अधीन में आकर, तकलीफ के अधीन में आकर नष्ट होने देने वाला परमेश्वर नहीं है हमारा खुदा। हमारे परमेश्वर तुम्हें उठाएगा और उस यात्रा में तुम्हारे साथ रहकर तुम्हें मान देने वाला परमेश्वर है हमारा खुदा।
നിനക്ക് വേണ്ടി പലതും നീ 2ാം മൈൽ യാത്ര ചെയ്തപ്പോൾ നിനക്കുണ്ടായിരുന്ന പല നന്മകൾ നഷ്ടമായേക്കാം. ഒരുപക്ഷെ ജോലി നഷ്ടമായേക്കാം, ഒരുപക്ഷെ നിന്റെ കയ്യിലുണ്ടായിരുന്ന പല നന്മകളും നഷ്ടമായേക്കാം. പക്ഷേ അപ്പൻ കൊടുത്ത നിലയെങ്കിൽ സഹോദരന്മാർ തട്ടിയെടുത്താലും ആർക്കും പറിച്ചെടുക്കാൻ കഴിയാത്ത ഫറവോന്റെ നീലങ്കി, അധികാരമുള്ള നീലങ്കി, അധികാരമുള്ള മോതിരം നൽകി മേലധികാരിയാക്കി ദൈവം മാനിച്ച യോസേപ്പിനെ പോലെ നിന്നെ മാനിക്കുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് വചനത്തിലൂടെ നിന്നോട് ഇടപെടുക. और अगर आप उस व्यक्ति हो कि दूसरे यात्रा में शुरू होते टाइम शायद आपकी नौकरी खोई हुई होगी या फिर कोई आर्थिक व्यवस्था से आप जाते होंगे या बीमारी से जाते रहेंगे, लेकिन ये याद रखना उस यात्रा के अंत में हालेलुया अगर आपके भाइयों ने आपके कपड़े छीन भी लिए होंगे, लेकिन उस यात्रा के अंत में हालेलुया ये दुनिया न छीनने वाली फिरौं की अधिकार वाली एक कपड़ा परमेश्वर आपको देगा, एक वो अंगूठी देगा अधिकार वाली जो दुनिया आपके साथ छीन नहीं सकती. എത്ര പേർ ഇന്ന് പകൽക്കാലം ആ കംഫർട്ട് സോൺ വിട്ട് ഒരുപക്ഷെ കംഫർട്ട് സോണിൽ ഹെബ്രോൻ മുതൽ ഷെഖേം വരെ വന്നിട്ട് തിരിച്ചു പോയിരുന്നെങ്കിൽ വേദന ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷേ ഹെബ്രോൻ ഷെഖേമിൽ നിന്ന് ദോദാനിലോട്ട് യാത്ര തിരിച്ചപ്പോൾ ദോദാനിൽ എത്തിയ നിമിഷം മുതൽ കാരാഗ്രഹം വരെ വേദനയുടെ കയ്പിന്റെ ഒറ്റപ്പെടലിന്റെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവമായിരുന്നു 2ാം യാത്രയിൽ. പക്ഷെ 2ാം യാത്ര അവസാനിക്കുന്നത് പരാജയത്തിലല്ല. തുടക്കം പരാജയമെന്ന് തോന്നിയാലും തുടക്കം വേദന എന്ന് തോന്നിയാലും ഇഷ്ടം ചെയ്ത് 2ാം യാത്രയ്ക്ക് വേണ്ടി തയ്യാറായവനെ മാനിച്ചൊരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ ദൈവാത്മാവിൽ ദൈവസഭയോട് ദൂതറിയിക്കുമ്പോൾ നീ ഈ കഷ്ടതയിൽ തളരാതെ നിന്നെ മാനിക്കുമെന്ന് ദൈവാത്മാവ് പറയുമ്പോൾ അത് ഏറ്റെടുത്ത് റിസീവ് ചെയ്യുവാൻ ദൈവജനം തയ്യാറാകട്ടെ. अगर आपने आपकी यात्रा शुरुआत की है हालेलुया, दूसरी जो यात्रा है वो मुश्किल वाली यात्रा है. आप में से कितने लोग ऐसे तैयार हैं कि अपनी आरामदायक जगह छोड़कर उस दूसरे यात्रा में शुरू करना चाहते हो? शायद शुरुआत उस यात्रा की अच्छी ना हो, उस शुरुआत में आपकी सारे आपको लॉसेस हुए होंगे, लेकिन मैं कहना चाहता हूं इसकी अंत की यात्रा में परमेश्वर आपको सारी जो चीजें आपने गंवाए हैं हालेलुया गंवाए हैं वो सारी चीजें परमेश्वर आपको लौटाएगा और आपको एक अधिकार वाले जगह पर लौटाएगा. ഈ COVID-19 ബിഫോർ കോവിഡ് ആഫ്റ്റർ കോവിഡ് എന്നുള്ള നിലയിൽ ഇപ്പോൾ ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ നാളുകളിൽ ഒരുപക്ഷെ നാം കംഫോർട്ട് സോണിലായിരുന്നായിരിക്കാം, എന്നാൽ ഇപ്പോൾ നാം ഒരു കംഫോർട്ട് സോണിലല്ല. നാം പോകുന്നത് ഒരു വളരെ വ്യത്യസ്തമായ പ്രതിസന്ധി നിറഞ്ഞൊരു അനുഭവത്തിലാണ്. ഇവിടെയും അപ്പന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് കൂട്ടായ്മകളിൽ ലഭിക്കുന്ന സമയങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഒരുപക്ഷെ ജോലി നഷ്ടമായാലും സാമ്പത്തികം കുറഞ്ഞാലും കഷ്ടതകൾ രോഗങ്ങൾ ഉണ്ടായാലും അപ്പനോടുള്ള സ്നേഹം നിമിത്തം ഇത് യോസേപ്പ് ചെയ്തത് യാക്കോബിനോടുള്ള സ്നേഹം നിമിത്തമാ. യാക്കോബിന് അപ്പനോടുള്ള സ്നേഹം നിമിത്തം ഞാനും നീയും കർത്താവിനുള്ള സ്നേഹം നിമിത്തം ഈ പ്രതിസന്ധിയിലും കർത്താവിന് വേണ്ടി ഒരു എക്സ്ട്രാ മൈൽ യാത്ര ചെയ്യുന്നെങ്കിൽ ഈ കോവിഡ് അവസാനിക്കുന്ന ദിവസമുണ്ട്. ഇതിന്റെ ഒരു ഡ്യൂറേഷൻ തീരുന്ന ഒരു അവസാനമുണ്ട്. ഇത് കഴിഞ്ഞ് നീ പുറത്തു വരുമ്പോ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് നഷ്ടപ്പെട്ടത് മടക്കി തരുന്ന ഒരു ദൈവമാണെന്ന് ഒരിക്കൽ കൂടെ ദൈവാത്മാവിൽ പറയുമ്പോൾ ദൈവജനം അത് ഏറ്റെടുക്കട്ടെ. അത് അങ്ങനെ തന്നെ ചില കുടുംബങ്ങളിൽ വ്യക്തികളിൽ സംഭവിക്കട്ടെ. और हम देखते हैं कि अभी के क्षण में लोग इस प्रकार से कहते हैं कि कोविड के पहले और कोविड के बाद वाला काल, लेकिन मैं आपसे कहना चाहता हूं अगर आप वो व्यक्ति है जो परमेश्वर की इच्छा परमेश्वर की आज्ञा को जानकर परमेश्वर की इच्छा के अनुसार चलने वाले व्यक्ति हो, तो मैं कहना चाहता हूं इसकी कोविड के समाप्त होने का एक समय है. वो कोविड समाप्त होने के बाद परमेश्वर आपके जीवन में कार्य करेगा और आप सबको जरूर उठाएगा. हालेलुया. എത്ര പേർ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകും? कितने लोग परमेश्वर की स्तुति करने के लिए तैयार है? हालेलुया. हालेलुया. യോസേപ്പ് അവിടെ ഇപ്പോൾ യോസേപ്പ് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഹി ഈസ് ദ ഡിസിഷൻ മേക്കർ ഓഫ് ദ കൺട്രി. हम देखते हैं कि यहाँ पर अब जिस प्रकार से यूसुफ कहता है उसी प्रकार से चीजें उस देश में चलती है, क्योंकि वो वहां का एक अधिकारी बन चुका है. ക്കെതിരെ അപവാദം പറഞ്ഞപ്പോഴും തിരിച്ചൊന്നും പറയാതിരുന്നു. പക്ഷെ ഇപ്പോൾ താൻ പറയുന്നിടത്താണ് ജനം നിൽക്കുന്നത്. आपको के ऊपर लोगों ने कई बार उसके ऊपर कई लोगों ने ताने मारे, लेकिन उसने उसके कभी पलटकर जवाब नहीं दिया. लेकिन अभी वही लोग उसके ही वाक्य सुनने के लिए मजबूर है. തന്റെ യൗവനത്തിൽ 17 year old ഉള്ളപ്പോഴാണ് താൻ യാത്ര തിരിക്കുന്നത്. നമുക്കറിയാം 30ാമത്തെ വയസ്സിൽ അവൻ വിവാഹം കഴിക്കുന്നു. അത്രയും ഡ്യൂറേഷനിൽ അവൻ അനുഭവിച്ച വ്യതകളും വിഷമങ്ങളും ഉണ്ട്. അതൊരു 2ാം യാത്ര അവൻ ചെയ്തതുകൊണ്ട് ദൈവം അവൻ ചെറുപ്പത്തിൽ കൊടുത്ത ദർശനങ്ങൾ ഒരു പൂർത്തീകരണമായി അത് ഭവിക്കുവാനിടയായി തീർന്നു.
ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വിഷൻസ് അക്കംപ്ലീഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാം ഒരു സെക്കൻഡ് മൈൽ യാത്രയ്ക്ക് വേണ്ടി, ഒരു സെക്കൻഡ് മൈൽ ജേർണിക്ക് വേണ്ടി തയ്യാറാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഡ്രീംസ്, ദൈവം നൽകിയിരിക്കുന്ന വിഷൻ, അത് അക്കംപ്ലീഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് വേദന നിറഞ്ഞതാ തുടക്കമെങ്കിലും ഇതിന്റെ അവസാനം അത് ശുഭകരവും ആനന്ദവും വിടുതലും ദൈവമക്കൾക്ക് അനുഗ്രഹവുമായി തീരും. हम देखते हैं कि यूसुफ ने उसकी जो यात्रा है, दूसरी यात्रा है, 17वीं उम्र में चालू करता है, 17 से लेके 30 तक वो यात्राओं में जाता है और 30वीं उम्र में वो शादी कर वो वहां पे फरो के राज्य में बढ़ता है। तो देखते हैं कि हम वो जो इसी कारण परमेश्वर के लिए उसने दूसरी यात्रा शुरू की, इसी कारण से हम देखते हैं कि परमेश्वर ने उसे बचपन में जो दर्शन दिखाए थे वो यात्रा के अंत में पूरी हो चुकी है। और इसी प्रकार से परमेश्वर भी हमें आशीष करेगी। हमारी जो यात्रा की शुरुआत तकलीफ से शुरू होगी, दुख से शुरू होगी, लेकिन उसका अंत में परमेश्वर हमें जरूर आशीष देगा। എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എത്ര പേർ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നുണ്ട്? ഞാൻ എന്റെ പ്രതിസന്ധിയിലും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കും. അത് പ്രതിസന്ധി ആയാലും കഷ്ടങ്ങളായാലും ഭാരങ്ങളായാലും എന്നെ അത് തളർത്തത്തില്ല. കാരണം ദൈവം എന്നോട് കൂടെയുണ്ട്. ഇതിന്റെ അവസാനം ദൈവം എന്നെ ഓണർ ചെയ്യും. എനിക്കും എന്റെ മേലുള്ള വിളിയുടെ പൂർത്തീകരണം, എന്റെ മേലുള്ള വിളിയുടെ ആ ഒരു അക്കംപ്ലീഷ്മെന്റ് ഈ സെക്കൻഡ് ജേർണിയുടെ അവസാനം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പുറകോട്ട് പോകത്തില്ല. ഞാൻ വെച്ച സ്റ്റെപ്പ് മുന്നോട്ട് തന്നെ വെക്കുവാനിടയായി തീരും. आप में से कितने आज सुबह निर्णय लेने के लिए तैयार है? भली मेरी ये यात्रा की शुरुआत दुख से है, तकलीफ से है और पीड़ा से है, लेकिन मैं विश्वास करता हूं इसका अंत आशीष में होगा और परमेश्वर मुझे बीच में त्यागेगा नहीं, छोड़ेगा नहीं और निश्चित ही मेरे इस यात्रा का अंत आशीषमय होगा। ऐसे निर्णय लेकर इस यात्रा पूरी करने के लिए कितने लोग तैयार है? അങ്ങനെയുള്ളവർ ദൈവസ്വനെ തീരുമാനമെടുക്കട്ടെ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവർ ഒരുപക്ഷെ സെക്കൻഡ് ജേർണിയിലാണ്, സെക്കൻഡ് മൈൽ ജേർണിയിലാണ്. അത് നിങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ. നിങ്ങൾ പുറകോട്ട് പോകല്ലേ, മുന്നോട്ട് തന്നെ പോകട്ടെ. കഷ്ടതയുടെ നടുവിൽ നമ്മെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെയുണ്ട്. നഷ്ടപ്പെട്ടതവൻ മടക്കി തരും. കോവിഡിൽ നിനക്ക് നഷ്ടപ്പെട്ടത് എന്തൊക്കെയുണ്ടോ അത് മടക്കി തരാൻ കരുത്തുള്ള ഒരു ദൈവം ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. അപ്പന്റെ ഇഷ്ടത്തിൽ നിന്ന് പുറകോട്ട് പോകല്ലേ, മുന്നോട്ട് തന്നെ പോകാൻ ഇന്നും പകൽ ദൈവം വചനത്തിലൂടെ പ്രബോധിപ്പിക്കുക. आज सुबह के समय में आप सबको उत्तेजन देना चाहता हूं। उन लोगों से जो शायद इस दूसरे यात्रा के पड़ाव में हैं, उनको मैं उत्तेजन देना चाहता हूं कि दुख को देखकर, तकलीफ को देखकर पीछे नहीं हटना, लेकिन अपने पिता की इच्छा को जानकर, दिल को जानकर, उसकी आज्ञा को पूरी कर दूसरी यात्रा में बढ़े और परमेश्वर निश्चित ही आपको आगे जाकर आशीष देगा। हालेलुया. ദൈവസ്വനെ തീരുമാനമെടുക്കും. और आज सुबह के समय परमेश्वर के राज्य में बैठकर हम निर्णय ले। ദൈവസനി നമുക്ക് മുന്നോട്ട് ഒരു വ്യക്തിയെ പെട്ടെന്ന് ദൈവസമയത്തിന് പരിമിതി കൊണ്ട് ഒരാളെ കൂടെ കാണിച്ച് ഞാൻ പെട്ടെന്ന് ദൈവസനിൽ ഇരിക്കാൻ ആഗ്രഹിക്കുക. एक और व्यक्ति को समय के अभाव के कारण तुरंत ही आपके सामने एक और व्यक्ति को मैं परिचय करना चाहता हूं। കൂടുതൽ വിശദീകരണങ്ങളൊന്നും അത് ആ വ്യക്തിയെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. और इस व्यक्ति के बारे में ज्यादा कुछ चीज बताने की जरूरत नहीं, क्योंकि वो कोई नहीं लेकिन हमारा खुद प्रभु यीशु मसीह है। യോഹന്നാൻ പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. यूहन्ना इस प्रकार से कहता है कि दुनिया के भार उठाने वाला मेमना परमेश्वर का। യേശു കർത്താവ് തന്റെ യാത്ര തുടങ്ങി. എവിടെ മുതൽ? ഗലീലയിൽ നിന്ന്. ഗലീലയിൽ നിന്ന് യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ അക്കരെ വരെ അവൻ അടുക്കൽ വന്ന് യോഹന്നാനാൽ സ്നാനമേറ്റു. हम देखते हैं कि प्रभु यीशु मसीह भी अपनी यात्रा शुरू करते हैं गलील से और वहां यूरदान नदी में यूहन्ना बपतिस्मा के पास आकर वो बपतिस्मा लेता है। ഗലീലയിൽ നിന്ന് അവൻ യാത്ര തിരിച്ച് യോർദാൻ കരയിൽ വന്ന് സ്നാനമേറ്റ് പിന്നെ അവൻ മരുഭൂമിയിൽ ഉപവസിക്കുവാൻ പരിശുദ്ധാത്മാവിനെ മരുഭൂമിയിലേക്ക് നടത്തി. പിന്നീട് നമുക്ക് അങ്ങോട്ട് കാണുന്നത് യേശു കർത്താവിന്റെ യാത്രയാണ്. और उसके बाद हम देखते हैं यॉर्दन नदी में बपतिस्मा लेने के बाद वो मरुभूमि में उपवास करने के लिए जाता है और उसके बाद उसकी यात्रा शुरू होती है। और हम सब जानते हैं कि परमेश्वर की यात्रा किस प्रकार से थी। അവൻ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുമ്പോൾ അനേക രോഗികളെ സൗഖ്യമാക്കി, അനേകരെ വിടുവിച്ചു, അനേകം മരിച്ചവരെ ഉയർപ്പിച്ചു, പല നിലകളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, ഇല്ലാത്തിടത്തുണ്ടാക്കി, ജനത്തെ വർദ്ധിപ്പിച്ചു, ജനത്തിന് നന്മകൾ നൽകി, പല നിലയിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളാലും വീര്യ പ്രവൃത്തികളാലും തന്റെ മഹത്വം വെളിപ്പെടുത്തി താൻ യാത്ര ചെയ്യുമ്പോൾ और अब देखते हैं कि दूसरी यात्रा जब वो शुरू करता है, उस यात्रा में उसने अनेक लोगों को चंगाई दी, उसने कई लोगों को छुटकारा दिए, कई भूतों को निकाले, कई लोगों और 5 रोटी से 5000 लोगों को खाना खिलाया। इस प्रकार से परमेश्वर के नाम की महिमा करते हुए उसने दूसरी यात्रा कर रहा था।
എന്നാൽ അവൻ ഗലീലയിൽ നിന്ന് തിരിച്ച യാത്ര ഗദസമന വരുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു, അവൻ അതിവേദനയാൽ പൊളയുകയാണ്. लेकिन हम देखते हैं कि गलील की यात्रा जब गेत्सेमनी की ओर बढ़ते हैं तो काफी दुख के साथ, पीड़ा के साथ वो तड़पता है. അവന്റെ പിതാവിനോട് പറയുന്നു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. हम देखते हैं कि यीशु मसीह इस प्रकार से कहता है, परमेश्वर अगर तेरी इच्छा है तो ये दुख की पात्र, मेरे दुख का कटोरा मुझसे छीन ले, लेकिन मेरी इच्छा नहीं तेरी इच्छा पूरी हो. യേശു കർത്താവ് പിതാവിന് ഇഷ്ടം ചെയ്യുവാൻ ഗദസമനയിൽ വെച്ച് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. हम देखते हैं कि गेत्सेमनी में अपने पिता की इच्छा पूरी करने के लिए यीशु मसीह अपने आप को समर्पित करता है. യേശുവിന്റെ ഒന്നാം മൈൽ യാത്ര ഗദസമനയെ കൊണ്ട് അവസാനിക്കുന്നു. പക്ഷെ ഗദസമന മുതൽ ഗൽഗോഥ വരെ അവൻ രണ്ടാം മൈൽ യാത്ര ചെയ്യുക. हम देखते हैं कि यीशु मसीह की पहली यात्रा गलील से लेकर गेत्सेमनी में समाप्त होती है, लेकिन परमेश्वर की दूसरी यात्रा गेत्सेमनी से गलील गोलगता की ओर बढ़ती है. ഒന്നാം യാത്രയിൽ അവന്റെ കൂടെ പുരുഷാരം ഉണ്ടായിരുന്നു. അവന്റെ വിടുതൽ അവന്റെ അനുഗ്രഹം പ്രാപിച്ചവർ, അപ്പം തിന്നവർ, അവന്റെ കൂടെ നടന്നവർ എല്ലാവരും അവന്റെ ചുറ്റുമുണ്ടായിരുന്നു. അവനോടൊപ്പം ശിഷ്യന്മാരുണ്ടായിരുന്നു. എന്നാൽ ഗദസമന മുതൽ ഗോൽഗോഥ വരെ അവൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക. हम देखते हैं कि पहली यात्रा में प्रभु यीशु मसीह के साथ लोग थे, उसके साथ में चेले थे, और जिसको उसने चंगाई दिया वो सारे लोग उसके साथ थे. लेकिन हम देखते हैं आगे कि गेत्सेमनी से गोलगोथा की यात्रा उसने अकेले दर्दनाक यात्रा की. മാറി മാറി അവനെ ആളുകൾ വിസ്തരിക്കുന്നു, ഒരു കുറ്റവും കാണുന്നില്ല, എന്നാലും അവൻ ഒറ്റപ്പെട്ടവനായി തിരികുക. हम देखते हैं कि बारी बारी से लोग उसे त्यागते हैं. उसने कोई दोष नहीं किया, लेकिन फिर भी सारे लोग उसे त्याग देते हैं. അവന്റെ നേരെ പട്ടാളത്തെ വരുത്തി അവന്റെ ശിഷ്യന്മാരിൽ ഒരുവൻ അവനെ ചുംബിച്ചവനെ ഒറ്റിക്കൊടുക്കുന്നു. അവന്റെ ശിഷ്യന്മാരിൽ ഒരുവൻ അവനെ തള്ളിപ്പറയുന്നു. ഇന്നലകളിൽ അവനോട് കൂടെ നന്മകൾ അനുഭവിച്ചവർ, ഇന്നലകളിൽ വിടുതൽ പ്രാപിച്ചവർ എല്ലാവരും അവനെ ഒറ്റപ്പെടുത്തി. हम देखते हैं कि एक सेना उसके विरुद्ध खड़ा हो जाती है. खुद प्रभु का शिष्य जो उसके साथ था उसने उसे त्याग दिया, धोखा दे दिया. और हम देखते हैं कि जिन लोगों ने उससे आशीष पाए, चमत्कार पाए, वो भी लोग उसे त्याग देते हैं. അവന്റെ വസ്ത്രം അവർ അഴിച്ചെടുത്തു, അവനെ ചമ്മട്ടി കൊണ്ട് അടിച്ചു, അവന്റെ രോമം അവർ പിഴുതെടുത്തു. हम देखते हैं कि उसके वस्त्र उतार दिए, उसे कोड़ों से मारा और उसके मुख के बाल खींच के निकाल दिए. അവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞു. അവനെ തുപ്പുവാനും അവനെ അടിക്കുവാനും അവൻ വീണും എഴുന്നേറ്റും ആ ക്രൂശ് ചുമന്നുകൊണ്ട് ഗോൽഗോഥായെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുക. उसे क्रूसित करो करके लोगों ने चिल्लाया, उसके ऊपर थूका. उस क्रूस के भार को लेके वे मसीह गिरा खड़ा हुआ और उस प्रकार से उसने उस यात्रा को पूरी करी. അവന്റെ തലയിൽ മുൾക്കിരീടം ആഞ്ഞടിച്ചു. അവൻ വേദന സഹിച്ചവനായി മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ, രോമം നടക്കുന്ന കത്തിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ മിണ്ടാതിരുന്ന് അവൻ വേദനകളെല്ലാം അപ്പന്റെ ഇഷ്ടം അനുഭവിക്കാൻ, അപ്പന്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി ഒരു രണ്ടാം യാത്ര ചെയ്തുകൊണ്ട് അവൻ ഗോൽഗോഥായിലേക്ക് യാത്ര ചെയ്യുക. उनके सर पे कांटों का ताज रखा, उनको काफी तकलीफ हुई, उनको काफी मारा गया, लेकिन एक मेमने के समान सारे दर्द को सहा, क्योंकि उसको पिता की इच्छा को पूरी करने के लिए एक मेमने के समान अपने आप को समर्पित कर उसने यात्रा पूरी करी. സകലരും അവനെ നിന്ദിച്ചു, സകലരും അവനെ ഒറ്റപ്പെടുത്തി, എല്ലാവരും അവനെ തള്ളിക്കളഞ്ഞു. വേദന കൊണ്ട് അവൻ പൊളയപ്പെടുവാനിടയായി. अब देखते कि सारों ने उसे त्याग दिया, सब लोगों ने उसे छोड़ दिया और दर्द में तड़पने की अवस्था उसमें आई. നിർദോഷിയായ കർത്താവിനെ, കളങ്കമില്ലാത്ത കുറ്റമില്ലാത്തവനെ അവർ ഉപദ്രവിച്ചു, അവനെ തകർത്തു കളയുവാൻ തോന്നി. हम देखते हैं निर्दोष बिना कलंक वाले मसीह को वहां लोग मारते हैं और उससे तकलीफ पहुंचाते हैं. അവസാന തുള്ളി രക്തം വരെ അവന്റെ ശരീരത്തിൽ നിന്ന് വീഴുവാനിടയായി. अपने शरीर का आखिरी बूंद लहू भी उसने वहां बहाया. അവൻ വേദനയിൽ തകർക്കപ്പെട്ടവനായി അവൻ എല്ലാം സകലതും നിവൃത്തിയായെന്ന് പറഞ്ഞ് അപ്പന്റെ ഇഷ്ടമനുസരിച്ച് അവൻ അവസാനിച്ചു അവിടെ ക്രൂശിന്മേൽ മരിക്കപ്പെടുവാനിടയായി. हम देखते कि सारी दर्द और पीड़ा सहन कर सब कुछ खत्म कर उस क्रूस पर अपने पिता की इच्छा पूरी कर वहां पर अपने प्राण छोड़ता है.
അവന്റെ രണ്ടാം യാത്രയുടെ തുടക്കം മുതൽ ക്രൂശു മരണം വരെ വേദന നിറഞ്ഞ അനുഭവമായിരുന്നു. കഷ്ടങ്ങൾ നിറഞ്ഞ അനുഭവമായിരുന്നു. വേദനയിൽ അവൻ പൊളയുന്ന നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടവനായി തീരുവാനിടയായി. हम देखते हैं कि उसकी जो यात्रा, क्रूस तक की यात्रा बहुत दर्दनाक थी, डर से तड़पने वाली यात्रा, हमारे लिए पीड़ा सही हुई यात्रा थी. എന്നാൽ അവന്റെ ശത്രുക്കൾ അല്ലോ പിശാചോർത്തു അവൻ ക്രൂശ് കൊണ്ട് അവിടെ അവസാനിക്കുമെന്ന്. लेकिन शत्रु ने और शैतान ने सोचा इस प्रकार से कि क्रूस के साथ मसीह भी समाप्त हो चुका है. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് ജനമാർത്തു വിളിച്ചു. അവർ ഓർത്തു ക്രൂശ് കൊണ്ട് അവൻ അവസാനിച്ചു, ക്രൂശ് മരണം കൊണ്ട് അവൻ അവസാനിച്ചു, അവന്റെ യാത്ര അവിടെ അവസാനിച്ചു, അവൻ തകർന്നവനായി തീർന്നു എന്ന് ഓർത്തു. और लोगों ने उसे चुनौतियां दी और इस प्रकार से सोचा कि क्रूस में उसकी नाश हो गई और क्रूस द्वारा वो नाश हो गया और अब फिर वो कभी नहीं उठेगा सोचा. അവന് കല്ലറയ്ക്കൽ അവന് പടയാളികൾ ഉണ്ടായിരുന്നു, വലിയ കല്ലുണ്ടായിരുന്നു. എന്നാൽ 3-ാം നാൾ പിതാവ് അവനെ ഉയർപ്പിച്ചു. പുനരുദ്ധാനത്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ കല്ലറകളെ ഭേദിച്ച് അപ്പന്റെ ഇഷ്ടം ചെയ്ത് രണ്ടാം യാത്രയിൽ ഗതസമന മുതൽ ഗോൽഗോത്തായി കൊണ്ട് അവൻ അവസാനിച്ചില്ല. അവൻ ഉയർപ്പിന്റെ ദിവസം അവൻ കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേൽപ്പാനിടയായി. और हम देखते हैं कि वहां कब्र में उन्हें गाड़ा गया, वहां पर रखवाले थे और कब्र के मुंह में एक बड़ा पत्थर रखा गया था. लेकिन हालेलुया, पिता की इच्छा पूरे करने वाले प्रभु यीशु मसीह पर जब पवित्र आत्मा और परमेश्वर की आत्मा उतर आती है, हालेलुया, पुनरुत्थान की आत्मा उतर आती है, सामर्थ्य उतर आती है, तो वो उस रखवालों को छोड़कर हालेलुया उस पत्थर को निकाल कर वहां पर जी उठता है. മരണത്തോളം ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നത് കൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെ ഭൂലോകരുടെ അധോലോകരുടെ മുഴങ്കാൽ ഒക്കെയും മടങ്ങും. യേശു മടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവെന്ന് പിതാവായ ദൈവത്തിന് മഹത്വം വരുമാറ് ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും എന്നുള്ള നിലയിൽ ദൈവം അവനെ ഏറ്റവും ഉയർത്തുവാനിടയായി തീർന്നു. और हम देखते हैं कि वहां पिता की उसने आज्ञा पूरी करी. इसी कारण से हालेलुया परमेश्वर ने उसे वहां से उठाया और वहां पर सब नामों से ऊंचा नाम करके ठहराया और ऐसे लाया कि एक दिन सारे घुटने और सारे जुबान कबूल कर ये कहेंगे कि एक ही नाम है, वो है यीशु नाम. അവന്റെ കല്ലറക്കൽ ചെന്ന സ്ത്രീകളോട് അവനെ അന്വേഷിച്ചവരോട് അവിടെയുള്ള ദൂതൻ പറഞ്ഞു, ജീവനുള്ളവനെ മരിച്ചവരുടെ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ത്? और हम देखते हैं कि वहां पर यीशु मसीह की खैरियत पूछने के लिए जो स्त्रियां वहां पे गई, उनसे परमेश्वर का दूत इस प्रकार कहा कि जी हुए उनको मरे हुए में क्यों ढूंढ रहे हो तुम? അവന്റെ രണ്ടാം യാത്രയിൽ അവൻ അവസാനിച്ച് ഒതുങ്ങി, കല്ലറകളിൽ ഒതുങ്ങി. ഇന്നും മരിച്ചവനായിരിക്കുകയല്ല, അവൻ പറയുന്നുണ്ട് ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ തകർച്ചയുടെ നടുവിലും നിങ്ങൾ അപ്പന്റെ ഇഷ്ടം അനുസരിച്ച് യാത്ര തുടങ്ങി യാത്രയിലായിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിടത്ത് അവസാനിച്ച് ഒതുങ്ങിക്കൂടുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ രണ്ടാം യാത്രയുടെ അവസാനം നിന്നെ ഉയർത്തുന്ന ഒരു ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവിൽ വചനത്തിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. हम देखते हैं कि प्रभु यीशु मसीह की यात्रा उस कब्र में, दूसरी यात्रा उस कब्र में समाप्त नहीं होती है, लेकिन परमेश्वर उसे उठाता है और आशीष करता है. उसी प्रकार से मैं आप सबको उचित देना चाहता हूं कि आपकी भी यात्रा दुख में, तकलीफ में, अंत में समाप्त नहीं होगी, लेकिन प्रभु परमेश्वर जो सामर्थ्य है वो आपकी यात्रा के अंत में आपको आशीष देकर उन्नति में प्रवेश कराएगा. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. सारे आंखों को बंद करें परमेश्वर के सामने. ഒരു നാഴിക പോകാൻ നിർബന്ധിച്ചാൽ അവനോട് കൂടെ 2 നാഴിക നാം പോകും. 1 मील जाने के लिए कोई कहता है तो उसके साथ हम 2 मील चले जाए. ആരൊക്കെ ഇന്ന് പകൽ ആ യോസെഫിനെ പോലെ അപ്പന്റെ പൂർണ്ണ ഇഷ്ടമനുസരിച്ച് യാത്ര ചെയ്യുവാൻ ദൈവസന്നിധി തീരുമാനമെടുക്കുവാൻ തയ്യാർ? आप में से कितने लोग आज सुबह समय यूसुफ के समान अपने पिता की पूरी इच्छा जानकर चलने के लिए अपने आप को समर्पित करना चाहता है? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ കഴിയുമെങ്കിൽ പാനപാത്രം നീക്കണമേ എന്ന് പറഞ്ഞിട്ടും എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത യേശു കർത്താവിനെ പോലെ ഇന്ന് പകൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന അവന്റെ പൂർണ്ണ ഹിതം ഇഷ്ടം ചെയ്യുവാൻ. How many of you ready to go for an extra mile?
और हमारा प्रभु यीशु मसीह जैसे अपने पिता की इच्छा पूरी कर कर जीने के लिए कितने लोग तैयार है कि हालेलुया, जिस प्रकार से प्रभु यीशु मसीह ने हालेलुया कहा कि दुख का कटोरा मुझसे छीन ले, लेकिन मेरी इच्छा नहीं तेरी इच्छा पूरी हो, उसी प्रकार से प्रभु यीशु मसीह चाहता है कि आप में से कितने लोग उसके दिल की इच्छा जानकर जीने के लिए तैयार है। അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവർ ഒരു തീരുമാനമെടുക്കട്ടെ, ഞാൻ അങ്ങനെ ചെയ്യുവാൻ തീരുമാനമെടുക്കുന്നു. അതല്ല, ആ രണ്ടാം യാത്രയിൽ ആയിരിക്കുന്നവർ വേദന നിറഞ്ഞവരാണെങ്കിൽ ഇന്നും രാപകൽ നിങ്ങൾക്ക് ദൈവാത്മാവിലൂടെ ലഭിച്ച ദൈവവചനം നിങ്ങൾ ഏറ്റെടുത്ത് ശക്തി പ്രാപിച്ച് രണ്ടാം മൈൽ യാത്രയിൽ നിങ്ങൾ ശക്തിയോടെ മുന്നോട്ട് പോകുവാൻ തയ്യാറാകട്ടെ. तो ऐसे लोगों को परमेश्वर सहायता करे कि वो दूसरी यात्रा शुरू करे। लेकिन अगर आप में से कोई ऐसे है जो दूसरी यात्रा में शुरुआत कर चुके हैं और तकलीफ में है, तो आज सुबह के समय परमेश्वर की आत्मा प्राप्त कर उत्तेजित हो जाए कि आपकी दूसरी यात्रा आनंदमय होगी, दुख के होने के बावजूद भी। ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, വചനം കേട്ട സകലരെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. परमेश्वर पिता, आज सुबह के समय जिन्होंने वचन को सुना है परमेश्वर, सबको आपके हाथ में सौंपते हैं परमेश्वर। അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്ന ഈ ജനത്തിന് വേദനകളും കഷ്ടങ്ങളുമാണ് അവരുടെ യാത്രയിൽ ഇപ്പോൾ അനുഭവിക്കുന്നെങ്കിലും परमेश्वर आपकी इच्छा जानकर चलने वाले इस लोगों को परमेश्वर उनकी यात्रा में इस समय दुख और तकलीफ होगी, लेकिन അവരുടെ പൊട്ടക്കിണർന്ന അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന അനുഭവങ്ങളും ഇന്ന് പകൽ അവർ അനുഭവിക്കുന്ന സകല വേദനയിലും അവർ യാത്ര മുന്നോട്ട് തുടരുമ്പോൾ ദൈവശക്തി അവരുടെ മേൽ പകർന്നുകൊണ്ട് അവരെ ജയത്തോടെ നടത്തുവാൻ പ്രാർത്ഥിക്കുന്നു. वो एकांत में जीवन बिताते होंगे, उस सूखे गड्ढे में जीवन को बिताते होंगे, लेकिन आज सुबह दुआ करते हैं कि उस पवित्र आत्मा के सहायता द्वारा परमेश्वर ने तो आशीष देना। കർത്താവേ, അവരുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ആ യാത്രയുടെ അവസാനം അവരുടെ കരങ്ങളിൽ ലഭിക്കാൻ പോകുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട ആ വിടുതലുകൾക്കായി, അനുഗ്രഹിക്കപ്പെട്ട റിസ്റ്റോറേഷനായി, നഷ്ടപ്പെട്ടതിനെ മടക്കി കൊടുക്കുന്നതിനായി ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. കർത്താവേ, परमेश्वर उस यात्रा में जब वो सामने लक्ष्य की ओर बढ़ते हैं तो हम दुआ करते हैं परमेश्वर जो कुछ चीज उन्होंने खोया परमेश्वर उस यात्रा के अंत में उन्हें सब कुछ तू लौटा दे परमेश्वर। യോസേഫിനെ പോലെ കർത്താവേ, നഷ്ടപ്പെട്ട നിലയങ്കികൾ, പല നന്മകൾ നഷ്ടപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട് കർത്താവേ, അവരുടെ നഷ്ടപ്പെട്ടതിനെ അവർക്ക് മടക്കി കൊടുക്കട്ടെ. ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയാതെ വേണം ഉള്ള അധികാരത്തോടു കൂടെ നഷ്ടപ്പെട്ട ജോലികൾ, നഷ്ടപ്പെട്ട ആരോഗ്യ ജീവിതത്തിൽ രണ്ടാമായി യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിന് വേണ്ടി നിന്ദകളേറ്റത്, പരിഹാസങ്ങളേറ്റത്, സകലതിനും മാന്യതകളും അനുഗ്രഹങ്ങളും അവരുടെ മേൽ ഇന്ന് പകൽ നൽകട്ടെ കർത്താവേ. यूसुफ के समान हालेलुया दुआ करते हैं परमेश्वर, जिस प्रकार से तूने यूसुफ को चीजें लौटा दी, उसी प्रकार से परमेश्वर आज सुबह के समय मुझे सुनने वाले लोग हैं जिन्हें काफी कुछ खो दिया है परमेश्वर, उन्हें अधिकार के तौर पे लौटा दे। किसी का नौकरी छूट गया है, किसी को बीमारी हुआ है, आज सुबह के समय मैं कहता हूँ परमेश्वर हालेलुया उन सबको तू अधिकार के रीति से परमेश्वर लौटा दे। യേശു കർത്താവിനെ എല്ലാ നാമത്തിലും മേലായ നാമം ഉയർത്തിയതുപോലെ കഷ്ടതയുടെ നടുവിൽ അവർ കടന്നു പോകുമ്പോഴും അവരുടെ ജീവിതത്തിന്റെ യാത്രയിൽ അവരെ ഉയർത്തുന്ന ദൈവത്തിന്റെ കരം അവരെ ഉയർത്തുവാൻ ഇന്ന് പകൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. प्रभु यीशु मसीह के समान हालेलुया हम दुआ करते हैं पिता, अगर आप उस तकलीफ में बीत रहे हैं, लेकिन जिस प्रकार से यीशु का नाम सब नाम से ऊंचा नाम ठहराया गया, उसी प्रकार के उनके जीवन में भी परमेश्वर हालेलुया तो आशीष करना कि वो भी परमेश्वर तेरे सामने उन्नति पाए। അപ്പന്റെ ഇഷ്ടമനുസരിച്ചവരെ ഉയർത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തത ഈ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തികളിലും അത് അനുഗ്രഹമായി വ്യാപരിക്കട്ടെ. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ആ വിടുതൽ വ്യാപരിക്കട്ടെ കർത്താവേ. ഒരിക്കലും ഒരു പടി പുറകോട്ട് പോകാതെ, കഷ്ടത വന്നാലും, പട്ടിണി വന്നാലും, ഉപദ്രവം വന്നാലും, നഗ്നത വന്നാലും, ആപത്ത് വന്നാലും, വാള് വന്നാലും അപ്പന്റെ ഇഷ്ടമനുസരിച്ച് മുന്നോട്ട് വെച്ച ചുവട് മുന്നോട്ട് തന്നെ പോകുക. ദൈവം അവരുടെ ദൈവകൃപ പകർന്ന് അവരെ മാനിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. अपने पिता की इच्छा जानकर अपने पिता के पीछे होने वाली चीजों के लिए विश्वास रखकर पिता के पीछे चलने वालों के लिए परमेश्वर तो आशीष देना। उनके हर जीवन में, उनके हर क्षेत्र में, उनके हर कामों में परमेश्वर पिता के पीछे चलने वाला जो आशीष उनको तो साबित करके देना खुदा। ഈ COVID-19 അവർ കർത്താവ് അപ്പന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ഹല്ലേലൂയ അങ്ങയുടെ പൂർണ്ണഹിതം മനസ്സിലാക്കി ഒരു രണ്ടാം മൈൽ യാത്രയിൽ തുടരുമ്പോൾ അവരുടെ ജീവിതത്തിന് ആവശ്യമായ നന്മകൾ നൽകി അവരെ അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. इस कोविड के इस परिस्थिति में भी परमेश्वर की इच्छा जानकर जब वो जी रहे हैं परमेश्वर पिता, तो हम कहते हैं कि इस समय के अंत में उनको सारी आशीषें पिता तो लौटा देना। എല്ലാ നന്മകളാലും നിറയ്ക്കണം. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
सारे आशीषों से भरना, और परमेश्वर सारी कृपाओं के लिए धन्यवाद प्रभु यीशु मसीह के नाम से मांगते हैं, आमीन। Hallelujah, hallelujah, hallelujah. हालेलुया, हालेलुया। ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. God bless you all. परमेश्वर आप सबको आशीष करे। फिर एक बार मैं आप सबको धन्यवाद देना चाहता हूँ। परमेश्वर आप सबको आशीष करे। Praise Lord. Hallelujah. Thank you, Jesus. Hallelujah. Thank you, brother. Thank you, Jesus. Hallelujah. धन्यवाद करते हैं परमेश्वर. Hallelujah. Thank you, Jesus. Thank you. Thank you, Lord. Hallelujah. We are thankful to Brother Binny Matthew for, praise God, reaching us with this wonderful message from the Lord. Praise God. We are blessed by this message. I'm sure God has spoken to us in a very special way, that we have to move an extra mile in our Christian life. That extra mile may not be pleasant. It may be difficult. God is with us, and God will fulfill His wonderful plan in our life. परमेश्वर ने ये योजना हमारे जीवन में पूरा करेगा। ये सुंदर मैसेज के लिए प्रभु को हम धन्यवाद करेंगे। प्रभु यीशु की महिमा हो। आगे के सेशन में परमेश्वर हम सबको आशीर्वाद करे। बिन्नी उनका अलग मीटिंग है, इसलिए उसको जाना है। So we will meet again. God bless you. We pray for you. Praise God. Hallelujah. Let's pray. Most gracious and loving Father, we thank you so much for enabling Binny Matthew to share the word of God. And Lord, we are blessed by this message. Help us that we may, hallelujah, fulfill the desire of our Father. Help us that we may go, even if we want to go extra mile. Help us to fulfill it. Many times, Lord, we